ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഏതെങ്കിലും ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നിങ്ങളുടെ അടുത്ത് അഭയം നേടി വന്നാൽ അവർക്ക് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനടക്കം വിശദീകരിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമാനി പോലെ വളരെ കൃത്യമായിട്ട് തന്നെ അതെന്താണ് എന്ന് പറഞ്ഞത് നമുക്ക് തഫ്സീറിൽ തന്നെ വായിക്കാം. 7 8 8 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടയിടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളാണെങ്കിൽ പോലും, അതായത് ഈ പറഞ്ഞ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ആക്രമിച്ച് നമ്മളെ ഉപദ്രവിച്ച മുശ്രിക്കുകളാണെങ്കിൽ പോലും, മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടയിടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളാണെങ്കിൽ പോലും, അതായത് ഈ പറഞ്ഞ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ആക്രമിച്ച് നമ്മളെ ഉപദ്രവിച്ച മുശ്രിക്കുകളാണെങ്കിൽ പോലും, അവരിൽ നിന്ന് ആരെങ്കിലും ഖുർആൻ കേട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് മുസ്ലിങ്ങളെ സമീപിച്ചാൽ അവർക്ക് അഭയം നൽകുകയും ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അവർക്ക് അഭയം നൽകിക്കൊണ്ട് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഏതെങ്കിലും ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നിങ്ങളുടെ അടുത്ത് അഭയം നേടി വന്നാൽ അവർക്ക് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനടക്കം വിശദീകരിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമാനി പോലെ വളരെ കൃത്യമായിട്ട് തന്നെ അതെന്താണ് എന്ന് പറഞ്ഞത് നമുക്ക് തഫ്സീറിൽ തന്നെ വായിക്കാം. 7 8 8 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടയിടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളാണെങ്കിൽ പോലും, അതായത് ഈ പറഞ്ഞ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ആക്രമിച്ച് നമ്മളെ ഉപദ്രവിച്ച മുശ്രിക്കുകളാണെങ്കിൽ പോലും, മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടയിടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളാണെങ്കിൽ പോലും, അതായത് ഈ പറഞ്ഞ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ആക്രമിച്ച് നമ്മളെ ഉപദ്രവിച്ച മുശ്രിക്കുകളാണെങ്കിൽ പോലും, അവരിൽ നിന്ന് ആരെങ്കിലും ഖുർആൻ കേട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് മുസ്ലിങ്ങളെ സമീപിച്ചാൽ അവർക്ക് അഭയം നൽകുകയും ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അവർക്ക് അഭയം നൽകിക്കൊണ്ട് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായി സമയം വൈകിയെന്നറിയാം. ഒറ്റയ്ക്കൊരാളുടെ ജീവിത പോരാട്ടത്തിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ആളുകളോട് അസിമെട്രി ടീമിനോട് കൂടി പോരാടേണ്ടി വരുമ്പോഴുണ്ടാവുന്ന ഒരു സമയത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കുറവും അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ പോലെ നമുക്കിത് മാത്രമാണ് തൊഴിലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ രസകരമാവുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് കടക്കാം. അബ്ദുള്ള അബ്ബാസിലും സംഘവും അൺമാസ്കിംഗ് എത്തീസം എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങിയ ചാനൽ പിന്നെ അൺമാസ്കിംഗ് അനോമലീസായി പ്രപഞ്ചത്തിൻ്റെ പുറത്തും അതേപോലെ തന്നെ ബ്ലാക്ക് ഹോളിന് പിന്നിലും സിംഗുലാരിറ്റിക്ക് പുറകിലും കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിൻ്റെ പുറകിലൊക്കെ ആയിട്ട് വിരാജിച്ചിരുന്ന കാലം വിട്ട് ഇസ്ലാം മത വിമർശകരുടെ വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്തു. അതായത് അക്ബർ സാഹിബൊക്കെ പിൻവാങ്ങിയ മുജാഹിദ് ബാലുശ്ശേരിക്ക് അസുഖബാധിതനായ അത്തരം ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ഏരിയയിലുള്ള ആ ഒരു വാക്വം മനസ്സിലാക്കി ദഅവ കച്ചവടത്തിന് ഇറങ്ങാൻ വേണ്ടി തയ്യാറായ സകുടുംബം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, തയ്യാറായിട്ടുള്ള അബ്ദുള്ള ബാസിലിന് അദ്ദേഹം അവരുടെ ചാനലൊക്കെ ഒന്ന് പൊക്കിയെടുത്തു കൊണ്ടുവരാനുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ് ഇസ്ലാം മത വിമർശകർക്ക് മറുപടി പറയാനുള്ള ഒരു സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ അത് പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട് അവരാദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു വിഷയമായിരുന്നു സൂറത്തു തൗബയിലെ 5-ാം വചനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. അവർ നടത്തുന്ന പരാമർശത്തോടൊപ്പം തന്നെ അതിൽ ഒരു മുസ്ലിം വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി അനവസരത്തിൽ ഖുർആനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന മുസ്ലിം വിരുദ്ധ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം വ്യാഖ്യാനിക്കുന്ന ആളുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയം അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ ആർ വി ബാബുവിനെ പോലെയോ ശശികല ടീച്ചറെ പോലെയോ അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ തന്നെയുള്ള മതവിമർശകർക്കിടയിൽ തന്നെയുള്ള മുസ്ലിം വെറുപ്പ് സംഘപരിവാർ പറയുന്നത് പോലെ പറയുന്ന ആളുകളുടെയോ വാദങ്ങളെ മുൻനിർത്തിയിട്ട് യഥാർത്ഥത്തിലുള്ള സൂറത്തു തൗബയുടെ അപകടകരമായ ആശയത്തെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അവകാശവാദത്തിന് വിരുദ്ധമായ ഒരു വസ്തുതയെ വളച്ചൊടിക്കാനും അതിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടാനും ഇവർ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തെയാണ് നമ്മൾ ആ ഒരു ഒന്നാമത്തെ ഒരു സാമ്പിൾ വീഡിയോ എന്ന രീതിയിൽ നമ്മൾ പരിശോധനാ വിധേയമാക്കുകയും അബ്ദുള്ള അബ്ബാസിലെ അന്ന് പറഞ്ഞിട്ടുള്ള ആ തരികിട നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അപ്പോൾ അതിന് മുകളിൽ പിന്നെ എന്താ പറയുക
അത് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് മറിഞ്ഞു തിരിഞ്ഞു വരികയും എന്നിട്ട് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കാര്യങ്ങൾ തന്നെ കളവാണ് എന്ന് നമ്മൾ സ്ഥാപിക്കുകയും അതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള 2 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോഴാണ് അബ്ദുൽ അബ്ബാസിൽ ഉറുമ്പിൻ കൂട് വഴി തോട്ടത്തിൽ കയറി ഇരിക്കാൻ ശ്രമിച്ചതും അവിടെ നമ്മൾ കുത്തി പുറത്തിട്ട് ഏറ്റവും ഒടുക്കം സൂറത്തു തൗബ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതിൻ്റെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അബ്ദുൽ അബ്ബാസിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളും ഏറ്റവും അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള കുഴി വെട്ടിയിട്ടാണ് അബ്ദുൽ അബ്ബാസിൽ ഇസ്ലാമിനെ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. അബ്ദുൽ അബ്ബാസിൽ ഓൾറെഡി ആ ആഴത്തിലുള്ള ആ പടുകുഴി വെട്ടുമ്പോൾ ആ കുഴിയിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുകയാണ്. ഇനി 2 സൈഡിൽ നിന്നും മിൻഹാ ഹലക്കനാക്കും അത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇസ്ലാമിനെ കൊണ്ട് ഈ കുഴിയിൽ കൊണ്ടിടാൻ വേണ്ടി അബ്ദുൽ അബ്ബാസിൽ ഓൾറെഡി ഒരു വലിയ കുഴി വെട്ടി അതിലിറങ്ങി നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഇതിൻ്റെ നാൾ വഴികൾ, ഇപ്പോൾ സൂറത്തു തൗബയിലെ വചനം പറയുമ്പോൾ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന വചനം പറയുമ്പോൾ എല്ലാ ആളുകൾക്കും, വിമർശകർക്കും മുസ്ലിങ്ങൾക്കും ഇസ്ലാം പ്രബോധകർക്കും എല്ലാം ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന വചനം സൂറത്തു തൗബയിലെ 5-ാം വചനമാണ്. അതിലെ ചില വിശേഷണങ്ങൾ കൂടി പറയുമ്പോൾ അങ്ങനെ ആ വിലക്കപ്പെട്ട 4 മാസങ്ങൾ കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അത് സൂറത്തു തൗബയാണ് വിഷയം എന്ന്. അങ്ങനെ പറഞ്ഞൊരു വിഷയം പിന്നീട് അത് തിരുത്തി പറഞ്ഞപ്പോൾ അത് അല്ല, ഞാൻ ബക്കറയാണ് ഉദ്ദേശിച്ചത്, അത് അബദ്ധത്തിൽ മാറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നൊരു വാദമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു നാൾ വഴികളൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് വന്നിട്ട് അബ്ദുൽ അബ്ബാസിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഈ കേസിൻ്റെ നാൾ വഴിയിലേക്ക് ഒന്ന് കടക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ഒന്നാമതായി പറയുന്നത് കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഏതാണ് സൂക്തം? ടോമിക്ക് അറിയെങ്കിൽ അറിയാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ തന്നെ പറഞ്ഞുതരാം. ടോമിക്ക് അറിയോ ഏതാണ് സൂക്തം എന്നുള്ളത്? അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. സൂറത്ത് തൗബയിലാണ് ആ ആയത്തുള്ളത്. ആ തൗബ എന്ന് പറയുന്ന സൂറത്ത് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആ കരാർ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ഇസ്ലാമിൽ യുദ്ധം വിലക്കപ്പെട്ട ഒരു മാസങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് യുദ്ധക്കളത്തിൽ കാഫിറുകളായിട്ടുള്ള, അതായത് തന്റെ എതിർഭാഗത്ത് വരുന്ന ആ ഒരു യുദ്ധത്തിൽ വരുന്നത് കാഫിറുകളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കാഫിറുകളായ യുദ്ധമുഖത്ത് തന്റെ എതിർഭാഗത്തുള്ള ആളുകളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക. അപ്പോ ബഹുദൈവ വിശ്വാസികളെ അല്ലെങ്കിൽ കാഫിറുകളെ കണ്ടെത്തിയടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന ഖുർആൻ വചനം ആരെങ്കിലും ഒരു ആൾ വിമർശനമായിട്ട് ഉന്നയിക്കുമ്പോൾ വിമർശനം കേൾക്കുന്ന വിശ്വാസി പ്രതിരോധിക്കുന്നതും വിമർശകൻ പറയുന്നതുമായിട്ട് സാധാരണഗതിയിൽ എല്ലാവരും മനസ്സിലാക്കുന്നത് സൂറത്ത് തൗബയാണ്. അബ്ദുൽ അബ്ബാസിലും ഏതാണ്ട് 2-3 വർഷം മുൻപ് മനസ്സിലാക്കിയതും ക്ലബ് ഹൗസിൽ മനസ്സിലാക്കിയതും അത് തന്നെയാണ്. അബ്ദുൽ അബ്ബാസിലാണ് സൂറത്ത് ഏതിലാണ് എന്നോ വചനം ഏതാണെന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചിട്ട് അബ്ദുൽ അബ്ബാസിൽ പറഞ്ഞു കൊടുക്കുന്നത് സൂറത്തു തൗബയാണ്. സൂറത്തു തൗബയുടെ വചനം എന്ന രീതിയിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ ഭാഗം, അതായത് കരാർ ലംഘനം, അതിനെ തുടർന്നുണ്ടാവുന്ന ആ ഒരു 4 മാസത്തെ കാലാവധി, അതൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധ സന്ദർഭത്തിലെത്തിയാൽ യുദ്ധക്കളത്തിൽ, ഇതാണ് അബ്ദുൽ അബ്ബാസിന്റെ വാചകം. ഇതേ വാചകം തന്നെയാണ് അബ്ദുൽ അബ്ബാസിൽ വിമർശകരുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട് മതവിരോധികളുടെ വർത്തമാനമോ വിമർശകരുടെ വർത്തമാനമോ എന്തോ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പം അതിൽ ടോമിയോട് പറഞ്ഞ ഇതേ വാചകം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ വേറെ ആയത്തിനെ കുറിച്ചാണ് എന്നൊക്കെ പിന്നീട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളതൊന്ന് കേൾക്കുക. ഇപ്പൊ ടോമിക്ക് പറഞ്ഞു കൊടുത്ത അതേ വാചകം തന്നെയാണ് അബ്ദുൽ അബ്ബാസിൽ ഇവിടെ പറയുന്നത്. ഒന്നുകൂടി കേട്ടോളൂ. ഇപ്പം ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക, അപ്പൊ ഇവരെ സ്ഥിരം സാധനമാണ് സന്ദർഭത്തിലാന്നുള്ളത്. അതിന്റെ തൊട്ട് 3 ആയത്ത് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ഏത് വചനത്തെ കുറിച്ചാണ്, ഏത് വചനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇതിന് നമ്മൾ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? മക്കം ഫത്ഹിന് ശേഷം മക്കക്കാരുമായി മുഹമ്മദ് നടത്തിയ ഏത് യുദ്ധം എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതിനു മുൻപ് ആരും അങ്ങനെ ഒരു
ഒരു കൃത്യം ഫ്രേസിൽ ആ ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ആ ചോദ്യം കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അപ്പോൾ അവിടെ വിശദീകരണവുമായിട്ട് അബ്ദുള്ള അബ്ബാസിൽ വന്നു. യുദ്ധ സന്ദർഭത്തിൽ, യുദ്ധക്കളത്തിൽ, ആ വിലക്കപ്പെട്ട 4 മാസങ്ങൾ കഴിഞ്ഞാൽ യുദ്ധ സന്ദർഭത്തിലെത്തും. യുദ്ധ സന്ദർഭത്തിലെത്തിയാൽ യുദ്ധക്കളത്തിൽ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം എന്ന് പറഞ്ഞു. ഇതേ വാക്ക് തന്നെയാണ് പണ്ട് ആ ആയത്ത് ഏതാണെന്നറിയോ, സൂറത്ത് ഏതാണെന്നറിയോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞു കൊടുത്തത് സൂറത്തു തൗബയാണ്. അന്ന് പറഞ്ഞ അതേ വചനം തന്നെ, അതേ വാചകം തന്നെയാണ് ഇത്തവണയും അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ നല്ല കാലത്തിന് അദ്ദേഹം സൂറത്തിന്റെയും ആയത്തിന്റെയും നമ്പർ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഉരുണ്ടുമറിയാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഉരുണ്ടുമറിയൽ വൈഭവം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ സൂക്ഷ്മ പരിശോധന നടത്തിയതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ഗ്യാപ്പിൽ ഉരുളാൻ ശ്രമിക്കുന്നതാണ് അടുത്ത ഘട്ടം. സൂറത്തു തൗബയുടെ പശ്ചാത്തലം. ഏത് യുദ്ധം? മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് പിന്നെയും മക്കാരോട് മുഹമ്മദ് നബി നടത്തിയിട്ടുള്ള യുദ്ധം ഏത് യുദ്ധമാണ് എന്ന് വിശ്വാസികൾ ഒറ്റത്തവണ മൗലിയാരോട് ചോദിച്ചാൽ പിന്നെ യുദ്ധ സന്ദർഭം എന്ന് പറഞ്ഞ സൂറത്തു തൗബയിലേക്ക് വരില്ല. സത്യം, ഈ ഒരു ചോദ്യം ചെന്നതോടുകൂടി യുദ്ധ സന്ദർഭം അബ്ദുള്ള അബ്ബാസിൽ പിടിവിട്ടു. അതുവരെ എല്ലാവരും പറഞ്ഞിരുന്ന യുദ്ധ സന്ദർഭം, യുദ്ധക്കളത്തിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന അക്രമിയോട് യുദ്ധക്കളത്തിൽ വെച്ച് പോരാളികൾ, യോദ്ധാക്കൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കസർത്തായിരുന്നു. ഇന്റർനാഷണൽ ദാഴികളുടെ സ്ഥിരം നമ്പർ, കേരളത്തിലുള്ള സകല ദാഴിമാരുടെയും സ്ഥിരം നമ്പർ യുദ്ധക്കളത്തിൽ. അപ്പൊ ഈ ഒരു ചോദ്യം ചെന്നതോടുകൂടി ഏത് യുദ്ധം എന്ന് പേര് പറയണം. എന്നോട് യുദ്ധം എന്ന് പറഞ്ഞാൽ ഏത് യുദ്ധം എന്ന് ചോദിക്കും. എന്നോട് കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഏത് കരാറാണെന്ന് ചോദിക്കും. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു കരാറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതേതാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരൂലേ? ഇപ്പൊ ഞാൻ അബ്ദുള്ള അബ്ബാസിനോട് ഈ ചോദ്യം ചോദിക്കുന്നു, ഏത് യുദ്ധം എന്ന് ഞാൻ ചോദിച്ചു. ആ യുദ്ധത്തിന്റെ പേരിങ് പറഞ്ഞാൽ പോരെ? ഇനി യുദ്ധത്തിനും പേരില്ലേ? അപ്പൊ പേരില്ല യുദ്ധം, പേരില്ലാത്ത രാജകുമാരനെ പോലെ പേരില്ലാത്ത യുദ്ധം. കരാറിന് പേരില്ലേ? വേണ്ട, ആ കരാറിന്റെ കോപ്പി തന്നൂടെ? പേരില്ല കരാറിന്റെ കോപ്പി ഇതാ പറഞ്ഞൂടെ? അപ്പൊ നമ്മളോടൊരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് വെക്കണം. അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഏത് യുദ്ധം എന്ന് ചോദിച്ചു. അബ്ദുള്ള അബ്ബാസിൽ തപ്പി നോക്കിയിട്ട് മക്കം ഫത്ഹിന് ശേഷം മക്കാരുമായി നടത്തിയ വേറെ യുദ്ധം അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകളുമായി നടത്തിയ വേറെ യുദ്ധം കാണാനില്ല. അതുകൊണ്ട് അദ്ദേഹം ചുവടൊന്ന് മാറ്റിപ്പിടിച്ചു. അതില് പറഞ്ഞെന്താ വെച്ചാൽ ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞെടുത്ത് പിന്നെ നമ്മൾ വലിയ കളവ് നടത്തി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചെന്താ ചോദിച്ചാൽ. വളരെ കൃത്യമായി എന്താ സംഭവിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആയത്തുകളിലാണ് ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന കാര്യം കാണാൻ സാധിക്കുന്നത്. ഒന്ന് സൂറത്തു തൗബയിലാണ്, അതേപോലെ തന്നെ രണ്ടാമത്തത് സൂറത്തുൽ ബഖറയിലുള്ള 191 ആയത്തിലാണ്. 2 സ്ഥലങ്ങളിൽ ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ള പദപ്രയോഗമുണ്ട്. അതിൽ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം എന്നുള്ളത് തന്നെ വേണം പറയാം. പിന്നെ സൂറത്ത് തൗബയിലും ഇതേ രൂപത്തിൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അതും ഇതും മിക്സ് ആയിപ്പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയിപ്പോയി എന്നുള്ളതാണ്. അതൊരു അബദ്ധം തന്നെയാണ്, മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്ത് തൗബയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കരാറ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തൗബയിലുള്ള ആയത്ത്. കരാറ് ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൗബയിലുള്ളത്. അതേപോലെ തന്നെ യുദ്ധക്കളത്തിൽ വെച്ചിട്ടുള്ളതാണ് ബഖറയിലുള്ളത്. അപ്പോ തൗബയിലുള്ളത് യുദ്ധം കരാറായിരുന്നു, അത് മാറിപ്പോയതാണ്, യുദ്ധമല്ല. ഏതൊരു സിനിമയില് സലീം കുമാറാണെന്ന് തോന്നുന്നു, കഞ്ചാവ് വലിച്ചിട്ട് കിളി പോയിരിക്കുന്ന സമയത്ത് പുളിവെള്ളം കലക്കി കൊടുത്തിട്ട് പിന്നെ പേര് പറയാൻ പറയില്ല ഭാര്യയുടെ. അപ്പോൾ ആദ്യത്തെ ഒരക്ഷരം പോയിട്ടുണ്ട്, ബാക്കിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ സൂറത്ത് തൗബയിലെ യുദ്ധം ഇല്ല, ഇനി കരാറുള്ളൂ. നേരത്തെ പറഞ്ഞത് കരാർ ലംഘനം, അത് കഴിഞ്ഞ് യുദ്ധസമാനമായ സാഹചര്യം, 4 മാസത്തെ അവധി, ആ വിലക്കപ്പെട്ട 4 മാസങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കരാറ് മീൻസ് യുദ്ധം പോയി കിട്ടി. ഇനിയുള്ളത് വിലക്കപ്പെട്ട 4 മാസം യുദ്ധമാണ്, കരാറുമാണ്. യുദ്ധം പോയി കിട്ടി, വിലക്കപ്പെട്ട 4 മാസം കരാറുമാണ് നമ്മളെ മുമ്പിൽ ബാക്കിയുള്ളത് സൂറത്ത് തൗബയിൽ. അതേസമയത്ത് ബക്കറയിൽ യുദ്ധക്കളത്തിലാണ്. ഇങ്ങോട്ടത്തെ പോയി ബക്കറയിൽ 191 യുദ്ധക്കളത്തിലാണ്. തൗബയിലുള്ളത് കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അത് മാനുഷികമായ ഒരു അബദ്ധം പറ്റിയതാണ് എന്നും മാനുഷികമായ അബദ്ധം പറ്റിയതല്ല എന്നും
അത് ഇന്റർനാഷണൽ ദായിമാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു എന്നും നമ്മൾ കൃത്യം കണക്ക് വെച്ച് തെളിയിച്ചു. പക്ഷെ അവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂറത്ത് തൗബയിൽ, ഈ സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്ത് തൗബയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തഫ്സീറുകളിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തൗബയിലുള്ള ആയത്ത്, അതായത് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള കോഎക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാർ അവിടെ ഉണ്ടാവുകയും ആ കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് കരാർ ലംഘിച്ചവർക്കുള്ള ശിക്ഷ എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ തൗബയിലുള്ള പിന്നെ ഫഖ്തുലുഹും എന്ന് പറയുന്ന ആ കാര്യമുള്ളത്. നോട്ട് ദ പോയിന്റ്. മക്ക കീഴ്പ്പെടുത്തിയതിനു ശേഷം, മക്കയുടെ അധികാരം സമ്പൂർണമായി ഇസ്ലാമിന് കീഴിൽ വന്നതിന് ശേഷം അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള മക്കയുടെ പ്രധാനപ്പെട്ട നേതൃനിര ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ കൂടെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ പോലും അബൂ സുഫിയാൻ മുഹമ്മദിന്റെ സംഘത്തിലായിരുന്നതിന് ശേഷം, നോട്ട് ദ പോയിന്റ്, ആ ചരിത്ര പശ്ചാത്തലം ശരിക്കും, കാലഗണന നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് കരാർ ലംഘനമാണ്. ഇത്ര കാലം എന്തായിരുന്നു? യുദ്ധ സന്ദർഭമായിരുന്നു. ഇനി ഈ കരാറ് എവിടുന്ന കിട്ടിയത്? കരാറ് കിട്ടിയ വഴി നമുക്ക് വഴിയെ മനസ്സിലാവും. അതിനു മുൻപ് ഇങ്ങനെയല്ല ഇവിടെയുള്ള ആളുകൾ ഇത്രകാലം പറഞ്ഞിരുന്നത്. അബ്ദുള്ള അബ്ബാസിൽ മാത്രമല്ല, എല്ലാവരും പറഞ്ഞത് ഇത് യുദ്ധ സന്ദർഭം എന്നാണ്, ഇത് കരാർ ലംഘകർക്കുള്ള ശിക്ഷയാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അബ്ദുള്ള അബ്ബാസിലാണ്. അപ്പൊ അത് നമുക്ക് ഇന്റർനാഷണൽ ദാഴിമാര് അലിയാർ കാസിമി മുതൽ പിന്നെ നമ്മുടെ എന്താ പറയുക എം അക്ബർ മുതൽ ജാക്കിർ നായിക് വരെ നമുക്കൊരു ഓട്ട പ്രദക്ഷിണം നടത്തി വരാം. ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ 4 മാസങ്ങളിൽ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ 4 മാസം പിന്നിട്ടാൽ അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടു പുറകെ ഈ പറഞ്ഞത്, അവിടെ നിങ്ങൾ അതിരുവിടരുത്, അവർ അക്രമം നിർത്തിയാൽ ഫലാ ഉദ്വാന, ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിനെടുത്ത് തരാം, ഫലാ ഉദ്വാന ഇല്ല അലല്ലാലിമീൻ, അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര കോൺഫിഡൻസോട് കൂടിയാണ് അലിയാർ കാസിമി അവിടെ കള്ളം പറയുന്നത്. കാരണം അപ്പുറത്തിരിക്കുന്നത് RV ബാബു ആണ് എന്ന ഉറപ്പിൽ ആരും അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ കാണിച്ചു തരും സൂറത്ത് തൗബയിൽ നിങ്ങൾ ഈ പറഞ്ഞ വചനം എന്ന് പറയാൻ അവിടെ ആളില്ല എന്ന ഉറപ്പിന്റെ പുറത്ത് ശുദ്ധമായ കളവ് പറയുകയായിരുന്നു അലിയാർ കാസിമി. യുദ്ധ സന്ദർഭത്തിൽ, യുദ്ധക്കളത്തിൽ അലിയാർ കാസിമി പറഞ്ഞു. അവിടെ ആ ചോദ്യം ഉന്നയിച്ച RV ബാബു കൃത്യമായ ആയത്തിന്റെ റഫറൻസ് പറഞ്ഞിരുന്നു. സൂറത്തു തൗബയിലെ 5-ാം വചനം 9:5 കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയിലാണ് പറഞ്ഞത്, ഇതിന്റെ വിശദീകരണത്തിലാണ് പറഞ്ഞത്. സൂറത്തു തൗബയുടെ വിശദീകരണമാണോ ബക്കറയിലെ 191 ആണോ ബാസിലെ? അലിയാർ കാസിമിയാണോ എന്നാണോ പറഞ്ഞത്? അതോ അലിയാർ കാസിമിക്ക് അബദ്ധം പറ്റിയതാണോ? ഇത് ഞാൻ ചോദിച്ചു. അടുത്ത ആള് പോരട്ടെ. അടുത്ത ആള് പക്ഷേ നമ്മൾ പറയില്ലേ, പഠിച്ച കള്ളനും പഠിക്കാത്ത കള്ളനും, കക്കാനറിയാം നിൽക്കാനും അറിയാം എന്ന് പറയുന്ന ഒരു മോഡലിലുള്ള ഒരാളാണ്. അതായത് ഒരു കൊനിഷ്ഠൊപ്പിക്കുമ്പോൾ തരികിട കാണിക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന്, ഖുർആൻ വചനത്തിൽ ഒരു തരികിട കാട്ടുമ്പോൾ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് അബ്ദുള്ള ബാസിൽ എം അക്ബറിനെ കണ്ട് പഠിക്കണം എന്നാണ് അക്ബർ ബാസിലിനോട് പറയുന്നത്. ബാസിലിന് കൈയടക്കം വന്നിട്ടില്ല, ആഗ്രഹമുണ്ട് കൺകെട്ട് കാണിക്കണമെന്ന്, പക്ഷെ നിങ്ങൾക്ക് കൈയടക്കമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളോടുള്ള കുറവ് കൊണ്ടല്ല, സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. നിങ്ങൾ ഈ ദഅ്വാ മേഖലയിൽ കുറച്ചു കാലം നിൽക്കണം എന്നതുകൊണ്ടാണ്. നിങ്ങൾ കേരളത്തിലെ ദഅ്വാ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുന്തിയ തലപ്പത്തെത്തണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മളെ പണി പകുതി നിങ്ങൾ ചെയ്തോളും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സാക്ഷാൽ എം അക്ബർ നല്ല സ്മാർട്ടായിട്ട് തരികിട കാണിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5 ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ആ യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അവരാരാണ് എന്ന് പോലും നോക്കാതെ അവരുടെ തലയെടുക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എപ്പോഴാണ്? യുദ്ധത്തിലാണത്. ആ വചനങ്ങളെ, യുദ്ധ സന്ദർഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ വചനം തന്നെ നോക്കുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5
യുദ്ധ സന്ദർഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ വചനം തന്നെ നോക്കുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനം. അപ്പൊ ഇത് ഇന്റർനാഷണൽ ദാഴിമാരുടെ സ്ഥിരം തരികിട നമ്പർ ആയിരുന്നു എന്നും ഇത് അബ്ദുള്ള അബ്ബാസിന് ആദ്യമായി അബദ്ധം പറ്റിയതല്ല എന്നും കൃത്യമായ ഈ തെളിവുകളൊക്കെ നിരത്തി മുന്നിൽ വെച്ചപ്പോ അബ്ദുള്ള അബ്ബാസിൽ അവിടെയും പെട്ടു എന്ന് മാത്രമല്ല, അബ്ദുള്ള അബ്ബാസിൽ പിന്നെ അതിന് മറുപടി പറയേണ്ട ബാധ്യത വന്നു. അതേ സമയത്ത് അബ്ദുള്ള അബ്ബാസിൽ എന്താ പറഞ്ഞത്? ഇത് അബദ്ധമാം സംഭവിച്ചതാണ്, കരാർ ലംഘനമാണ്. ഇവരൊക്കെ പറഞ്ഞെന്താ? യുദ്ധ സന്ദർഭത്തിൽ നിന്ന് അവതരിച്ച ആയത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുക്കുകയാണ് വിമർശകർ ചെയ്യുന്നത്. അതിന്റെ വിശദീകരണത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കുന്നവർ മാത്രം ആക്രമിക്കണം എന്നുണ്ട് എന്നൊക്കെ ഇത്രയും കാലം ഇവർ കളവ് പറയുകയായിരുന്നു. സൂറത്തു തൗബയിലെ 5-ാം വചനം യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതല്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കി. കൺഫ്യൂഷൻ ഉണ്ടായി, ആശയക്കുഴപ്പമായി. അപ്പോഴാണ് അബദ്ധം പറ്റിയതാണ് എന്ന തരികിടയുമായി വന്നത്. നമ്മളൊന്ന് ആഴത്തിലിറങ്ങി പരിശോധിച്ചപ്പോ അബ്ദുള്ള അബ്ബാസിലിന് അബദ്ധം പറ്റിയതല്ല, അബ്ദുള്ള അബ്ബാസിൽ പെട്ടതിൽ നിന്ന് ഊരാൻ വേണ്ടി ഉഡായിപ്പ് കാണിച്ചതാണ് എന്ന് കൃത്യം മനസ്സിലായി. അതുകൊണ്ടാണ് ക്ലബ് ഹൗസിൽ 3 വർഷം മുൻപ് അദ്ദേഹം ഇതേ വചനം, ആരും ഇങ്ങോട്ട് ആയത്തും റെഫറൻസ് ഒന്നും പറയുന്നതിന് മുൻപ് ആ വചനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ക്ലബ് ഹൗസിൽ മറുപടി പറഞ്ഞു. അതും ഇതും മിക്സ് ആയി പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയി പോയി എന്നുള്ളതാണ്. അതൊരു അബദ്ധം തന്നെയാണ്, മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. പക്ഷെ അവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്തു തൗബയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തഫ്സീറുകളിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തൗബയിലുള്ള ആയത്ത്. അതായത് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള കോ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാർ അവിടെ ഉണ്ടാവുകയും ആ കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് കരാർ ലംഘിച്ചവർക്കുള്ള ശിക്ഷ എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ തൗബയിലുള്ള ഫഖ്തുലുഹും എന്ന് പറയുന്ന ആ കാര്യമുള്ളത്. അപ്പൊ സൂറത്തു തൗബയിലാണ് കരാർ ലംഘനമാണ്, ബക്കറയിലുള്ളത് യുദ്ധസന്ദർഭമല്ലേ? കമന്റിൽ ഒരാൾ ചോദിച്ചുകൊണ്ട് അക്ബർ സാഹിബ് പറഞ്ഞത് ശരിയല്ലേ, ബക്കറയിലുള്ളത് യുദ്ധസന്ദർഭത്തിലല്ലേ? അല്ല, അതും കളവാണ്. അബ്ദുള്ള അബ്ബാസിൽ ഇപ്പൊ പറഞ്ഞില്ലേ യുദ്ധസന്ദർഭം എന്ന്, സൂറത്തുൽ ബക്കറയിലാണ് യുദ്ധസന്ദർഭം, യുദ്ധക്കളത്തിൽ എന്ന്, അതും നുണയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ചോദ്യങ്ങൾ ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്തിട്ട് ചോദിച്ചു. അതായത് നേരത്തെ ഏത് യുദ്ധം എന്ന് ചോദിച്ചു, അപ്പൊ യുദ്ധമല്ല കരാറാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ യുദ്ധം ബക്കറയിലാണെന്ന് പറഞ്ഞു. നമ്മളിവിടെ ചോദ്യം ഒന്നുകൂടി റീസ്ട്രക്ചർ ചെയ്തു. അവർക്ക് കൃത്യമായിട്ട് ചോദ്യം ഉന്നയിച്ചു. ബക്കറയിൽ പറയപ്പെടുന്ന കരാർ ഏതാണ്? ബക്കറയിൽ പറയപ്പെടുന്ന യുദ്ധം ഏതാണ്? തൗബയിൽ പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കരാർ ഏതാണ്? തൗബയിലെ കരാറും ബക്കറയിലെ യുദ്ധവും അദ്ദേഹം നമുക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. പക്ഷെ അബ്ദുള്ള അബ്ബാസിന് നേരത്തെ കരാർ എവിടുന്ന കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് കരാറാണ് എന്ന് എവിടുന്ന കിട്ടിയത്? അതൊരു ഇന്റർനാഷണൽ ദാഹിയുടെ പ്രസംഗത്തിൽ നിന്ന് പകുതി ചൂണ്ടിയതാണ്. ഏതുപോലെ ഇന്നലെ ഹദീസിന്റെ പാതി മുറിച്ചെടുത്ത് അംഗീകരിക്കുകയും ബാക്കി പകുതി തള്ളിക്കളയും ചെയ്തില്ലേ? അതേപോലെ ഈ അക്ബർ സാഹിബിന്റെയും വലിയ ഉസ്താദായിട്ടുള്ള സാക്കിർ നായിക്കിന്റെ പ്രസംഗത്തിൽ നിന്ന് കരാറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ആ ഒരു ടെക്നിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞിട്ടാണ് കരാറുമായിട്ട് വന്നത്. കേട്ടോളി. Chapter number 9, verse number 5, it does say that wherever you find a kafir, you kill him. But it is a quotation out of context. For the context, read a few verses previous. The first few verses of Surah Tawbah speaks about a peace treaty between the Muslims and the mushriks of Makkah. This peace treaty was unilaterally broken by the mushriks of Makkah. So Allah subhanahu wa ta'ala, by the time he reaches verse number 5, he gives the ultimatum to the enemies, to the mushriks of Makkah. ഇതാണ് അബ്ദുള്ള അബ്ബാസിൽ ഇപ്പോ നേരത്തെ പറഞ്ഞത് അബദ്ധമായിരുന്നു, പിന്നെ ഇപ്പൊ കൊടുത്തത് വാങ്ങല്ല എന്ന് പണ്ട് മുക്രി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞൊരു കഥ അറിയാം. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്നതുപോലെ അബ്ദുള്ള അബ്ബാസിൽ ഇപ്പൊ നേരത്തെ അബദ്ധം പറ്റിയതാണ്, ഇത് വാസ്തവത്തിൽ കരാറാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗം ഇതേപോലെ ആവർത്തിക്കുകയാണ് അബ്ദുള്ള അബ്ബാസിൽ ചെയ്യുന്നത്. പക്ഷേ അബ്ദുള്ള അബ്ബാസിനുള്ള മറുപടിയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഭാഗത്തിന്റെ ബാക്കി കൂടി കാണിച്ചു. അതോടുകൂടിയാണ് അബ്ദുള്ള അബ്ബാസിൽ പെട്ടത്. അതായത് സൂറത്തു തൗബയിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വചനത്തിൽ തൊട്ടടുത്ത സെക്കൻഡിൽ ഇതേ സാക്കിർ നായിക്ക് പറയുന്നു, അബ്ദുള്ള അബ്ബാസിൽ നേരത്തെ പറഞ്ഞു, അതായത് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞില്ലേ, ആ അബദ്ധം പറച്ചിൽ,
ആ ബാസിലിന്റെ അബദ്ധം ജാക്കിർ നായിക്ക് നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് കേട്ടോളി. അപ്പൊ നമുക്കിനി വേണ്ടത് ഒരു യുദ്ധം, ഒരു കരാർ. അബ്ദുള്ള ബാസിൽ ഇത്രയൊന്നും നേരം ഇരുന്ന് കേൾക്കാൻ സമയം ഉണ്ടാവില്ല നമുക്കറിയാം. അതുകൊണ്ട് ആറ്റി കുറുക്കി അബ്ദുള്ള ബാസിലിനോട് ചോദിക്കുന്നു, സൂറത്തു തൗബയിൽ 5-ാം വചനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് യുദ്ധ സന്ദർഭത്തിലല്ല എന്ന് ഇപ്പോൾ നിങ്ങൾ പറയും. അത് ഒരു സന്ധി ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഏതായിരുന്നു ആ സന്ധി? സൂറത്തു തൗബയിലെ 5-ാം വചനം യുദ്ധമല്ല കരാറായിരുന്നെങ്കിൽ, ആ കരാർ ലംഘനം നടത്തിയവർക്കുള്ള ശിക്ഷയായിരുന്നെങ്കിൽ മക്കക്കാർ ലംഘിച്ച കരാർ ഏതാണ്? അവരുമായിട്ട് ഉണ്ടാക്കിയിരുന്ന കരാർ ഏതാണ്? കരാർ 292 ആണ് യുദ്ധ സന്ദർഭം. അത് നിങ്ങൾക്ക് അങ്ങോട്ടോട് മാറിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 291, 192, 190 അവതരിച്ച ഏത് യുദ്ധക്കളത്തിൽ ആയിരുന്നു? ഈ 2 ചോദ്യങ്ങൾ. നമ്മൾ എന്തിനത് വിശദമായിട്ട് പറയണ വെച്ചാൽ പിന്നെ ആർക്കും സംശയം ഉണ്ടാകും. അപ്പൊ ഇനി നിങ്ങൾ പറയും. അപ്പൊ ഇതാണ് സംഭവിച്ചത്. ഇത്രയാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഇനി ജാക്കിർ നായിക്ക് ഇത് യുദ്ധക്കളമാണ് എന്ന് സമർത്ഥിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ടോളി. ഇത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ഈ പഴയ ചരിത്രം. The first few verses of Surah Tawbah speaks about the peace treaty between the Muslims and the mushriks of Makkah. This peace treaty was unilaterally broken by the mushriks of Makkah. So Allah subhanahu wa ta'ala, by the time he reaches verse number 5, he gives the ultimatum to the enemies, to the mushriks of Makkah. You put things straight in 4 months' time, otherwise the declaration of war. And in the battlefield, Allah says to the Muslims, wherever you find the enemies, wherever you find the kafir, you kill them. This verse of the Quran is talking about the battlefield. When the Muslims are fighting for truth, against falsehood, against the enemy, if they come to attack you, don't get scared, kill them. Any army general, to boost up the morale of the soldiers, will say that kill the enemies. He will not say that let the enemies go. അപ്പൊ നേരത്തെ നമ്മൾ ഈ കാണിച്ച ജാക്കിർ നായിക്കിന്റെ വീഡിയോയിൽ നിന്ന് ഇപ്പോൾ ജാക്കിർ നായിക്ക് പറഞ്ഞ ഭാഗമാണ് ബാസിൽ ആദ്യം പറഞ്ഞത്. എന്നിട്ട് അത് അബദ്ധം പറ്റിയതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അബ്ദുള്ള ബാസിൽ ഈ ജാക്കിർ നായിക്കിന്റെ പ്രസംഗത്തിലെ പകുതി അടർത്തിയിട്ട് പറഞ്ഞു വിശദീകരിക്കുകയാണ്. അതായത് തൗബയിൽ യുദ്ധ സന്ദർഭമല്ല, യുദ്ധക്കളത്തിലല്ല, പകരം അത് കരാർ ലംഘിച്ചവർക്കുള്ള ശിക്ഷയാണ്. ബക്കറയിലാണ് യുദ്ധം. ശരി, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മൾ ചോദിച്ചു കരാർ ഏതാണ്, യുദ്ധം ഏതാണ്? അപ്പൊ ഇനി അബ്ദുള്ള ബാസിൽ അതിനുത്തരം തരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് അബ്ദുള്ള ബാസിൽ വന്നിരിക്കുന്നത് സൂറത്തു തൗബയിൽ 5-ാം വചനം അവതരിക്കുന്ന പശ്ചാത്തലത്തിൽ ലംഘിക്കപ്പെട്ട കരാറിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തരാനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇനി ഇത് ഹുദൈബിയ സന്ധി എന്നും പറഞ്ഞു വരരുത്, വെറുതെ പുലിവാല് പിടിക്കരുത് എന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് സന്ധി, എന്താണ് സന്ധി, എങ്ങനെയൊക്കെയാണ് സന്ധി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഉറുമ്പിൻകൂടും തോട്ടവും അവിടെ ഒന്നും രക്ഷയില്ലാതെ തിരിച്ച് പോരാളികൾ യുദ്ധക്കളത്തിലേക്ക് കരാറുമേന്തി വരികയാണ്. നമ്മൾ ഇന്നത്തെ വിഷയത്തിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്, തൗബയിലെ ഹുദൈബിയ അഥവാ യുദ്ധക്കളത്തിലെ കരാർ. കഥയിലേക്ക് കടക്കാം. മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുണ്ടാക്കാൻ സംഘപരിവാറും അതുപോലെ തന്നെ നിരീശ്വരവാദികളുമെല്ലാം വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നുണകൾ സ്ഥാപിക്കാൻ വേണ്ടി, അത് നമ്മൾ തുറന്നു കാട്ടിയപ്പോൾ അത് സ്ഥാപിക്കാൻ വേണ്ടി അതിന്മേൽ 100 കൂട്ടം നുണകൾ കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തുള്ള നുണ എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിൽ കാഫിറുകളെ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളെ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടാൽ കണ്ടേടത്ത് വെച്ച് കൊല്ലണം. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്ലിങ്ങളായ ഒരാളെ കണ്ടാൽ അപ്പോൾ തന്നെ കണ്ടേടത്ത് വെച്ച് അവരെ കൊന്നുകളയുക. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നുണ. അപ്പോൾ നമുക്ക് ആദ്യം ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകളുടെ കുറച്ച് സാമ്പിളുകൾ നമുക്ക് ആദ്യം കേൾക്കാം. ആദ്യം ഒരു മതവിരോധി ഈ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു സംസാരം തന്നെ നമുക്ക് കേട്ടു തുടങ്ങാം. ഖുറാനിൽ തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന്, അതുപോലെ പതിയിരിക്കണമെന്ന്, ജൂതന്മാരെ നിങ്ങൾ കൊന്നുതള്ളണമെന്ന്, അതുപോലെ ഹദീസ്. അപ്പോൾ കാഫിറുകളെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, പതിയിരിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ എന്താ, മുസ്ലിങ്ങളായ ഒരാളെ കണ്ടാൽ അപ്പോൾ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി പതിയിരിക്കണം എന്നെല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നു എന്നുള്ള നിലക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതുവരെ സ്ഥിരം മറ്റുള്ള ആളുകളും ഇത് ആവർത്തിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഉദാഹരണം നമുക്ക് കേൾക്കാം. ഇപ്പോ 9-ാമത്തെ അധ്യായം ഖുർആനിലെ സൂറത്ത് തൗബ, അതിലെ 5-ാമത്തെ വാചകത്തില് സത്യനിഷേധികളെ കണ്ടാൽ കണ്ടടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ. ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കുളിപ്പിച്ച് ശരിയാക്കിയാലും ആ പെയിന്റടി ഒന്നും അവിടെ സക്സസ് ആകത്തില്ല. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ലിയാഖത്ത് മുതൽ ലിയാഖത്താകട്ടെ, ആരിഫ് ആകട്ടെ, ജബ്ബാർ ആകട്ടെ, ഈ പറഞ്ഞ ജാമിദ ആകട്ടെ, ഇവരൊക്കെ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതിൽ ചില ആളുകൾ ഞങ്ങൾ സംഘപരിവാറിന്റെ ആളുകളല്ല എന്ന് വ്യക്തമാക്കി ഭയങ്കര പരിശുദ്ധമായിക്കൊണ്ട് നിലനിൽക്കും.
നോക്കൂ സുഹൃത്തുക്കളെ, ഇവർ പരാജയത്തിന്റെ ഏത് പടുകുഴിയിലാണ് ചെന്ന് പതിച്ചിട്ടുള്ളത് നോക്കൂ. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്ദുൽ അബ്ബാസിലും സംഘവും പരാജയഭീതിയുടെ പടുകുഴിയിലേക്ക് ആപതിച്ചു കഴിഞ്ഞു. നോക്കൂ, ഞാൻ അബ്ദുൽ അബ്ബാസിലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെയുള്ള വലിയ പരാതി, ഞാൻ അബ്ദുൽ അബ്ബാസിന്റെ പേര് ഇങ്ങനെ ഇടക്കിടക്ക് പറയണു, ഞാൻ അഡ്ഹോമിനം നടത്തുന്നു. എന്താ തെളിവ്? നിങ്ങൾ ഒരു മണിക്കൂർ വീഡിയോന്റെ ഇടയിൽ 10 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ അബ്ദുൽ അബ്ബാസിൽ എന്ന് പറയുന്നു എന്നാണ്. പൊന്നാരക്കൂട്ടരെ, അബ്ദുൽ അബ്ബാസിൽ പറയുന്ന വാദങ്ങൾക്ക്, അബ്ദുൽ അബ്ബാസിലിന്റെ നേതൃത്വത്തിൽ പറയുന്ന വാദങ്ങൾക്ക്, അബ്ദുൽ അബ്ബാസിന്റെ അഹങ്കാരം നിറഞ്ഞ ഭാഷയിൽ ഉള്ള ആക്ഷേപ സ്വരത്തിലുള്ള വാദങ്ങൾക്ക്, പരിഹാസങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അബ്ദുൽ അബ്ബാസിൽ എന്ന ഒറ്റയാന്റെ ഫോട്ടോ വെച്ച് അബ്ദുൽ അബ്ബാസിലിന്റെ തരികിടകൾ എന്ന് പേരിട്ട് 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ അബ്ദുൽ അബ്ബാസിലിന്റെ തരികിടകൾ, അൺമാസ്കിംഗ് നവതാഴി എന്ന സീരീസിൽ അബ്ദുൽ അബ്ബാസിലിന്റെ തരികിടകൾ എന്ന് പറഞ്ഞിട്ട് 10ാമത് വീഡിയോ ചെയ്യാണ്. ഇതിൽ എനിക്ക് മറുപടി പറയാനും ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കാനും വേണ്ടി അബ്ദുൽ അബ്ബാസിലും സംഘവും തീരുമാനിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി പറയാൻ 3 പേർ നിരന്നിരിക്കുമ്പോൾ അവർ കേൾപ്പിക്കുകയാണ് ആരിഫിന്റെ ഒരു ക്ലിപ്പ്, ജാമിദാന്റെ ഒരു ക്ലിപ്പ്. ഇന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് ഇല്ലേ? ഇല്ലെങ്കിൽ ഒരു വാക്ക് ചോദിച്ചാൽ ഞാൻ അയച്ചു തരുമല്ലോ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വേണോ? നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടത്? അടർത്തിയെടുത്ത് കട്ട് ചെയ്ത് തരണോ? 5 സെക്കൻഡ് 10 സെക്കൻഡ് വേണോ? മതിയല്ലോ, തരാമല്ലോ. അത് കാണിക്കാനുള്ള ആംബിയർ ഇല്ല. ഇതെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ പരാജയം ആണ് എന്ന് നാട്ടുകാരെ മുമ്പിൽ കാണിക്കരുത്. ലിയാക്കത്തിന് മറുപടി പറയുമ്പോൾ ലിയാക്കത്തിന്റെ പേര് വെക്കുന്നവർക്ക്, മുകളിൽ പേര് വെക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ നുണ എന്താണെന്ന് കാണിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ പറഞ്ഞ വാദം എന്താണ് എന്ന് കാണിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, അബ്ദുൽ അബ്ബാസിൽ ലിയാക്കത്ത് എന്ന് പേര് തികച്ച് പറഞ്ഞിട്ട് മാസം 1 കഴിഞ്ഞു. അദ്ദേഹം എൻ്റെ പേര് പറയാറില്ല. അപ്പൊ എന്താണ്? ആരിഫിനെയും ജാമിദയെയും മുന്നിൽ നിർത്തിയിട്ട് ലിയാക്കത്തിന് മറുപടി പറഞ്ഞാൽ ലിയാക്കത്ത് ആരിഫും ജാമിദയും ആയതുകൊണ്ട് ഞാൻ അതിന് മറുപടിയുമായിട്ട് വരില്ല എന്ന് വിചാരിക്കുന്നു. ആരിഫിനോടും ജാമിദയോടുമുള്ള നിലപാടുകൾ കൃത്യമായിട്ട് പണ്ടേ പ്രഖ്യാപിച്ചതാണ്. അത് ആരിഫിനോട് പറഞ്ഞിട്ടുണ്ട്, ജാമിദയോടും പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന രീതി, അവർ പറയുന്ന ശൈലി അത് RV ബാബുവിൻ്റെയും ശശികലയുടെയും ശൈലിയിലാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് RV ബാബുവിനുള്ള മറുപടിയുമായിട്ട് എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ RV ബാബുവിനെ കോട്ട് ചെയ്യണ്ട. അബ്ദുൽ അബ്ബാസിലിന് മറുപടി പറയാൻ ഞാൻ ഒരിക്കൽ പോലും നമ്മുടെ ഒസാമ ബിൻ ലാദന്റെ ഗ്രന്ഥം എടുക്കില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം അബ്ദുൽ അബ്ബാസിന്. അപ്പൊ സംഘപരിവാർ നരേശന് മറുപടി പറയാൻ വേണ്ടി ലിയാക്കത്തിന്റെ മറുപടിക്ക് സംഘപരിവാറിന്റെ വാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഈ യുദ്ധതന്ത്രത്തിന് വേറെ ഒരു പേരാണ് പറയുക. നിങ്ങൾക്ക് തൻ്റെ ഇടമില്ല. നിങ്ങൾക്ക് എന്നോട് മറുപടി പറയാൻ നിങ്ങൾക്ക് വയ്യ, എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് വയ്യ, എന്നോട് വാദപ്രതിവാദത്തിന് നിങ്ങൾക്ക് വയ്യ, എന്നോട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പരിശോധിക്കാൻ പരസ്യമായി വേദിയിലേക്ക് നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾക്ക് സൗകര്യമില്ല. ഇനാം പ്രഖ്യാപിച്ചാൽ ആ വഴിക്ക് നിങ്ങളെ കാണാനില്ല. എങ്കിൽ പോട്ടെ, റൂമിലിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ വാദങ്ങൾ കാണിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് വയ്യ. നിങ്ങൾക്ക് ആകെ എൻ്റെ ഫോട്ടോ വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ക്ലിപ്പ് വേണ്ടത് ട്രോൾ ഉണ്ടാക്കാനാണ്. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ അവർക്ക് പറ്റാത്തൊരു കാര്യത്തിന് നിർബന്ധിക്കുന്നത്? നിങ്ങൾക്ക് കഴിയില്ല ബാസിലെ. എന്നിട്ട് ശുക്കൂർ വരിക്കോടന്റെ വാക്ക, ജാമിദ ആയാലും ആരിഫായാലും സംഘപരിവാറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ചിലവർ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും എന്നാണ്. എങ്കിൽ പറയണം സുഹൃത്തെ, തുറന്ന് പറയണം. ആരിഫ് ഞാൻ സംഖ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിഫ് ചെയ്യുന്നത്. ഞാൻ ആരിഫിനോട് 2 ദിവസം മുൻപ് ചോദിച്ചു, ഇനിയൊരു വിഷയം വരുന്ന സമയത്ത് ഞാനത് പറയും. കാരണം ഞാനത് ആരിഫിനോട് പറഞ്ഞിട്ടുണ്ട്. ആരിഫിന്റെ ശൈലി RV ബാബുവിന്റെ ശൈലിയേക്കാൾ കുറച്ചുകൂടി മാരകമായിട്ടുള്ള ശൈലിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ RV ബാബുവിനും ആരിഫിനും ജാമിദ ടീച്ചർക്കും അതേപോലെ ശശികല ടീച്ചർക്കും എല്ലാവർക്കും കൂടി നിങ്ങൾ മറുപടി കൊടുക്കുക.
എനിക്ക് മറുപടി തരുമ്പോൾ നിങ്ങൾ എനിക്ക് മറുപടി താ ബാസിലേ. അതിനല്ലേ നമ്മൾ എന്താ മലയാളത്തിൽ പറയാ, എന്താ പറയാ, ഞാൻ വാക്ക് മറന്നുപോയി. മറുപടി അറിയാവുന്നവരെന്ന് എഴുതി ആ വാക്ക് എന്നല്ലേ നമ്മളത് പറയാ. ഞങ്ങളുടെ നാട്ടിൽ ഉസറും പുളി എന്നൊക്കെ പറയും. എന്തോ ആവട്ടെ, ഓലയും കൊണ്ട് പറ്റുന്ന പോലെ ഓല് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും തുടർന്ന് അങ്ങോട്ട് എനിക്കുള്ള മറുപടിയാണ് എന്നതുകൊണ്ട് ആ മറുപടിയിലേക്ക് കിടക്കാൻ 3 പേർ വട്ടത്തിലിരുന്ന് ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ 40 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ഇവർ 3 പേര് വട്ടത്തിലിരുന്ന് നുണ പറയുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അബ്ദുള്ള ബാസിലിന്റെ വാദം എന്താ? അങ്ങനെ സംഖ്യ ഇല്ല എന്നൊക്കെ പറയുന്നവര്, ഖുർആനിൽ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നവര്, ഈ ഉദ്ദേശത്തിലല്ല വിമർശിക്കുന്നതെന്നൊക്കെ പറയുന്നവര് അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കണം, അല്ലെങ്കിൽ പരിപാടി നിർത്തണം എന്ന്. അതുകൂടി കേട്ടോളി. ഈ പറഞ്ഞ ആളുകളൊക്കെ, ചില ആളുകൾ പറഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൊല്ലണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അവിശ്വാസികളായ ആളുകളെ മൊത്തം കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ കാണിച്ചിട്ടുള്ള ആളുകളെല്ലാം ഈ പ്രചാരണം നടത്തുന്നത്. എങ്കിൽ നിങ്ങൾ സത്യസന്ധത ഉണ്ടെങ്കിൽ ചെയ്യണം, നിങ്ങൾ അവരെ എതിർക്കൂ. അവരോട് നിങ്ങൾ പറയണം, അങ്ങനെയല്ല ഖുർആനിലുള്ളത്, അത് വേറൊരു സാഹചര്യമാണ് എന്ന് നിങ്ങൾ പറയൂ. അതെന്താ നിങ്ങൾ പറയാത്തത്? അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ ഏതെങ്കിലും രൂപത്തിൽ നുണപ്രചാരണങ്ങൾ നടത്തുക, അവരെക്കുറിച്ച് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിൽ, സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുക എന്നത് മാത്രമാണ് അജണ്ട എങ്കിൽ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത്. ഈ ഭാഗം ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞതാണ്. ഇത് ഇവിടെ കേൾപ്പിക്കേണ്ടതായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ വാദം? സംഘപരിവാറിന്റെ വാദമല്ല ഞങ്ങൾക്കെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം എന്നാണ്. നമ്മളത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇപ്പോ ഇവർ വാദം മാറ്റി എന്ന് പറഞ്ഞ നാളെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ ട്രോൾ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള നാണംകെട്ട പരിപാടി മാത്രമാണ് അബ്ദുള്ള ബാസിലിന്റെ കയ്യിലുള്ളത്. അബ്ദുള്ള ബാസിലിനോട് ഞാൻ ചോദിച്ചത് ഏതാണ് യുദ്ധം, ഏതാണ് കരാർ? ഇതാണ്. അതിന് മറുപടിയില്ല. ഇനി നമുക്ക് നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത്. അപ്പൊ അതിനുള്ള മറുപടി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന് എന്നെ കേൾക്കുന്നവർക്കറിയാം, എന്റെ വാദഗതികളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അബ്ദുള്ള ബാസിലിന് ശരിക്കും അറിയാം, ഷുക്കൂർ വരിക്കോടനും അറിയാം. അതറിഞ്ഞുകൊണ്ട് ഞാനും സംഘപരിവാർ ആശയക്കാരനാണ് എന്ന് സ്ഥാപിക്കാനുള്ള കുടിലമായ ശ്രമമാണ്. നിങ്ങൾ അത് 8ആയി മടക്കി കയ്യിൽ വെച്ചാൽ മതി. ഇസ്ലാമിനോടുള്ള എൻ്റെ വിമർശനം ഇസ്ലാമിനോടുള്ള വിമർശനമാണ്. മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കൽ എൻ്റെ പണിയല്ല, തൊഴിലല്ല. എനിക്ക് ബാസിലിനോടും വെറുപ്പില്ല, ഷുക്കൂർ വരിക്കോടനും വെറുപ്പില്ല. ഷുക്കൂർ വരിക്കോടനും ഷമീർ 2 ദിവസം മുൻപ് ഇന്ന് എന്നോട് ചാറ്റ് ചെയ്തു. ഞാനൊരു 8ഉം 10ഉം ലവ് ചിഹ്നം ഇട്ടുകൊടുത്തു. ആരോടും വെറുപ്പില്ല. ബാസിലിനോട് വെറുപ്പില്ല, ഷുക്കൂർ വരിക്കോടന് വെറുപ്പില്ലാത്ത എനിക്ക് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളോട് എന്ത് വെറുപ്പ്? നിങ്ങളാൽ കൂടി പറ്റിക്കപ്പെടുന്ന ഈ പാവപ്പെട്ട ജനസമൂഹത്തോട് എനിക്ക് എന്തിനു വെറുപ്പ്, എന്തിനു വിരോധം? അതുകൊണ്ട് ആ സെന്റിമെന്റ്സിന്റെ വാദമൊക്കെ മാറ്റിവെക്കുക, പോയിന്റിലേക്ക് വരിക, മറുപടി പറയുക. അതിന് നിങ്ങൾക്ക് വയ്യ. അപ്പൊ ഇതെല്ലാം കൂടെ ചാണകക്കുഴി കൊണ്ടുപോയിട്ടാൽ പിന്നെ എളുപ്പമായി. ആ ചാണകമാണ്, അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ എത്ര കാലമായി നിങ്ങൾ തുടങ്ങിയിട്ട് അബ്ദുള്ള ബാസിലെ? എന്നിട്ട് എന്തേ? ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കമന്റ് ബോക്സിൽ ചില വിശ്വാസികൾക്ക് കുറച്ച് അർജന്റ് ഉണ്ട്, പെട്ടെന്ന് വിഷയത്തിലേക്ക് വരണം. പെട്ടെന്ന് വിഷയത്തിലേക്ക് പോവാം. മാത്രമല്ല ഇതിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഈ ഒരു നുണ കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുകയും ഇതിന് കൃത്യമായ ഒരു സാഹചര്യം ഉണ്ട്, യുദ്ധ സാഹചര്യം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് പിന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു സംസാരത്തിലുള്ള ഒരു വാക്ക് വെച്ചിട്ടും ഒക്കെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇവരെന്തോ നുണ പറഞ്ഞു എന്ന രൂപത്തിലൊക്കെ പിന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആര് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു? ബാസിലെ. ഞാൻ ബാസിൽ നുണ പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാനാണ്. എനിക്ക് പേരുണ്ട്, എനിക്ക് ഫോട്ടോ ഉണ്ട്, എനിക്ക് ഊരുണ്ട്, വീടുണ്ട്, ഒക്കെ അറിയാം. ഒക്കെ ബാസിലിന് അറിയാം. ഇവർ പരിശ്രമിക്കുന്നത്, ആര് പരിശ്രമിക്കുന്നത്? ആരിഫും ജാമിദിയ അതോ ലിയാക്കത്തോ? ഞാൻ പറയുന്നു, ഞാൻ അബ്ദുള്ള ബാസിൽ നുണ പറയുകയായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഞാൻ തെളിയിച്ചിട്ടുണ്ട്, ഒന്നല്ല പലവട്ടം. ഇന്നലെയും തെളിയിച്ചു. എങ്ങനെയാണ് നുണ പറയുന്നത്? നുണ പറയുന്നു എന്ന് വെറുതെ പറയല്ല, എങ്ങനെയൊക്കെയാണ് അബ്ദുള്ള ബാസിൽ നുണയും തരികിടയും കോട്ടിമാട്ടലും ഉരുണ്ടുമറിച്ചിലും സന്ദർഭത്തിൽ നിന്ന് അടർത്തലും ആളുകളെ പരിഹസിക്കലും കൊണ്ട് തൻ്റെ വാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ മറച്ചു പിടിക്കാനും
ഇസ്ലാമിന്റെ മണ്ടത്തരങ്ങൾ, ഇസ്ലാമിന്റെ വൃത്തികെട്ട കഥകൾ മറച്ചു പിടിക്കാനും വിശ്വാസികളെ വഞ്ചിക്കാനും കബളിപ്പിക്കാനും ശ്രമിക്കുന്നത് എന്നതിന് ഇന്നലെ ഞാൻ തന്നതിനേക്കാളും മികച്ച ഒരു തെളിവ് എനിക്ക് തരാനില്ല. അതുകൊണ്ട് ബാസിൽ ഈ കാര്യത്തിൽ കളവ് പറഞ്ഞു എന്ന് പറയുന്നത് ഞാനത് ഏറ്റെടുക്കുന്നു. ആ കളവും തെളിയിക്കാൻ ഞാനിതാ താങ്കളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞത് കളവാണ്, നിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞത് കളവാണ്, നിങ്ങൾ അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ രണ്ടും കളവാണ്. അതിലെ ഒരു കളവാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നത്, തെളിവ് സഹിതം പരിശോധിക്കുന്നത്. സമയമെടുക്കും. ഇതൊരു പ്രൊസീജിയറാണ്. ചില സർജറികൾ അങ്ങനെ സമയമെടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കേട്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കാം. കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ 2 സ്ഥലത്താണ്, സൂറത്തുൽ ബഖറയിലും അതുപോലെ തന്നെ സൂറത്ത് തൗബയിലുമാണ് അത് പറഞ്ഞിട്ടുള്ളത്. ബഖറയിലാണെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പറയുന്നത്, തൊട്ട് മുമ്പുള്ള ആയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് തിരിച്ച് യുദ്ധം ചെയ്യുക, ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ള ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് യുദ്ധം എന്ന് തന്നെ യുദ്ധക്കളത്തിൽ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കാണാൻ. എന്നാൽ സൂറത്ത് തൗബയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ 4 മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞത്. അപ്പം ഈ സൂറത്ത് ബഖറ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറയുന്നതിനിടയിൽ 4 മാസം കഴിഞ്ഞ് എന്നുള്ള ആ ഒരു വാചകം വന്നുപോയി. അപ്പൊ നമ്മളത് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നമ്മൾ ബഖറ വിശദീകരിക്കുമ്പോൾ തൗബയിലുള്ള ആയത്ത് പറഞ്ഞു പോയി, അത് ഒരു അബദ്ധമാണെന്നുള്ള ആൾക്ക് പറഞ്ഞു. ഈ അബദ്ധമാണ് എന്ന ആ ഒരു വാചകം പിടിച്ചിട്ടാണെന്ന് പറയുന്നത്. കണ്ടോ, ഇവർ ഇത്രയും കാലം പറഞ്ഞതെല്ലാം നുണയാണ്. അതല്ല ബാസിലെ നുണ, അബ്ദുള്ള ബാസിൽ ഈ പറഞ്ഞത് നുണയാണ്. ഞാൻ അതാണ് പറഞ്ഞത് എന്നിപ്പോ പറഞ്ഞില്ലേ, അത് നുണയാണ്. പിന്നെയോ അബ്ദുള്ള ബാസിൽ ആദ്യം പറഞ്ഞത് കളവാണ്. അതായത് ഏത് തൗബ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞില്ലേ, അത് നുണയാണ്. അത് നുണയാണ് എന്നും അതിന് ഉത്തരമില്ല എന്നും പറഞ്ഞപ്പോഴാണ് അത് അബദ്ധം പറ്റിയതാണ് എന്ന് ബാസിൽ പറഞ്ഞത്. അങ്ങനെ അബദ്ധം പറ്റിയതാണ് എന്ന് ബാസിൽ പറഞ്ഞില്ലേ, അതും നുണയായിരുന്നു. അബ്ദുള്ള ബാസിൽ അബദ്ധം പറ്റിയതായിരുന്നില്ല എന്ന് നമ്മൾ തെളിവ് വെച്ചിട്ടുണ്ട്. മറ്റൊരു തെളിവ് അബ്ദുള്ള ബാസിന് മാത്രം പറ്റുന്ന അബദ്ധമല്ല, അത് എല്ലാവർക്കും പറ്റുന്നതാണെന്നും അത് ഇന്റർനാഷണൽ നുണയാണ് എന്ന് നമ്മൾ കൃത്യം തെളിവുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് നുണയാണ്, അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത് നുണയാണ്. ഇനി അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ലേ, മാറ്റി പറഞ്ഞില്ലേ, അതും നുണയാണ്. ഏതുപോലെ ഇപ്പോൾ നിങ്ങൾ ആ നുണ ആവർത്തിച്ചു. സൂറത്തുൽ ബഖറയിലെ കാര്യം പറയുമ്പോൾ ശരിയാണ്, അത് യുദ്ധ സന്ദർഭത്തിലാണ്, യുദ്ധക്കളത്തിലാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു. ഇപ്പോഴും ഖുർആൻ വചനം കാണിച്ച് നിങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 191, 92 വചനങ്ങൾ യുദ്ധക്കളത്തിൽ അവതരിച്ചതാണ് എന്ന്. ശുദ്ധമായ കളവാണ്, നുണയാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. യുദ്ധക്കളത്തിൽ അവതരിച്ചതാണ് 192 എങ്കിൽ നിങ്ങളോട് അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ, 192 അവതരിപ്പിച്ച സാഹചര്യം, 191, 92 ഒക്കെ അവതരിപ്പിച്ചപ്പോ ഏത് യുദ്ധക്കളത്തിലായിരുന്നു മുഹമ്മദും സംഘവും ഉണ്ടായിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിവിടെ പറഞ്ഞുകൂടായിരുന്നോ ഏതാ യുദ്ധമെന്ന്? ഇല്ലെങ്കിൽ പേരില്ലാത്ത ഒരു നാട്ടിൽ നടന്ന യുദ്ധമാണ് എന്നെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ വീണ്ടും ആ കളവ് ആവർത്തിച്ചു. നിങ്ങൾ നുണകൾക്ക് മുകളിൽ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന ഒരു വാദഗതി മാത്രം ഉയർത്തിപ്പിടിച്ചിട്ടല്ല ഞാൻ സംസാരിച്ചത്. ഞാനല്ല നുണ പറയുന്നത്, ബാസിലാണ് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രല്ല, അതില് ലിയാക്കത്ത് ചെയ്യുന്ന വലിയൊരു കള്ളത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അബദ്ധം നമ്മൾ പറഞ്ഞ എന്താണോ അതല്ല മൂപ്പര്. അദ്ദേഹം ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, സൂറത്ത് തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ആ ഒരു സാഹചര്യം നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു കരാർ ലംഘനത്തെ തുടർന്നുള്ള ഒരു സാഹചര്യമാണ് സൂറത്ത് തൗബയിലുള്ളത്. മറ്റേത് നേരിട്ട് തന്നെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യം പറയുന്നു, മറ്റേത് കരാർ ലംഘനത്തെ തുടർന്നുള്ള സാഹചര്യം പറയുന്നു. അപ്പൊ ഈ കരാർ ലംഘനത്തെ തുടർന്നുള്ള സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് ഇത്രയും കാലം ഇവർ പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച്, പിന്നെ അത് ഇത്രയും കാലം ഇവർ നുണ പറഞ്ഞു, ഇവർ പിന്നെയും നുണ പറയുന്നു എന്ന രൂപത്തിൽ അത് ആ ഒരു ഒറ്റ വാചകം, അതായത് തൗബയിലുള്ള ഒരു ആയത്ത് ബഖറ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു പോയി എന്ന ഒരൊറ്റ വാചകം പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇത്രയും കാലം ഇവർ നുണ പറയുകയാണ്, മറ്റേത് യുദ്ധ സന്ദർഭം, ഇത് യുദ്ധ സന്ദർഭം. അപ്പൊ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാണ് അവർ ചെയ്യുന്നത്. അല്ല, ഈ പറഞ്ഞത് നുണയാണ്. എന്തോരം നുണയാണ് അബ്ദുള്ള ബാസിൽ, എങ്ങനെയാണ് ഇങ്ങോട്ട് ഇത് കഴിയണത് ഞാൻ ആലോചിക്കണേ. പൊന്നാര ചങ്ങായിമാരെ, ഒരു നുണ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണ്ടേ? കുത്തിയിരുന്ന് 3 ആളുണ്ട് വെച്ചിട്ട് ആളെണ്ണം 3 നുണ പറഞ്ഞ ഒരു മിനിറ്റില് ഈ പറഞ്ഞത് മുഴുവൻ നുണയാണ്. സൂറത്തു തൗബയിലെയും ബഖറയിലെയും വചനങ്ങൾ മാറിപ്പോയി എന്നതിൽ പിടിച്ച് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞോ? ഇല്ല. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നെന്നും ബഖറയിൽ നിന്ന് രക്ഷപ്പെടാൻ തൗബയിൽ നിന്ന് രക്ഷപ്പെടാൻ ബഖറയിൽ നിന്നുള്ള വചനങ്ങൾ അടർത്തി ഇവിടെ പേസ്റ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കുന്നത് ഇവരുടെ സ്ഥിരം നമ്പറായിരുന്നു എന്ന് വസ്തുനിഷ്ഠമായി തെളിവുകൾ വെച്ച് സമർത്ഥിക്കുകയാണ് ചെയ്തത്. ഓക്കെ,
പിന്നെ രസകരമായ സംഭവം എന്താ വെച്ചാൽ ബാസിൽ നിന്റെ പേര് പറയാൻ മടിയാണെങ്കിലും ഷുക്കൂർ വരിക്കോടിന് നിന്നെ പേര് പറയാൻ നല്ല ആഗ്രഹം. കിട്ടുന്നിടത്തൊക്കെ ഷുക്കൂർ ലിയാക്കത്ത് ലിയാക്കത്ത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബാസിലിനൊരു സമാധാനം. കാരണം ബാസിൽ പറയാൻ വയ്യ. ബാസിൽ മനസ്സ് വിചാരിക്കുമ്പോൾ ഷുക്കൂർ പേര് പറഞ്ഞോളൂ. ഞാൻ ഷുക്കൂർ തമ്മിലുള്ള ഒരു ഇരിപ്പുവശാതാണെന്ന് വെച്ചോ. ഞങ്ങളിങ്ങനെ ഒരു എടാ പോടാ ബന്ധാണ്. എപ്പോഴും വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ അയക്കും. പുള്ളി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പം തന്നെ എനിക്ക് അതിൻ്റെ പിന്നെ ലിങ്കൊക്കെ അയച്ചു തരും. പക്ഷെ എന്താ വെച്ചാൽ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോ ഞാൻ ലിങ്ക് തുറന്നു നോക്കുമ്പോൾ എന്താ ആളത് ഡിലീറ്റ് ചെയ്താണ്. എന്നാൽ അതിൻ്റെ വാട്സപ്പ് ചാറ്റിൽ നിന്നും കൂടി ഡിലീറ്റ് ചെയ്യണ്ടേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അടുത്ത തവണ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് ശരിക്കും അവിടെ നിന്നോട്ടെ എന്ന് മാത്രം വിചാരിക്കുകയാണെങ്കിൽ അയച്ചു തരാം. അല്ലാതെ കമൻറ്റ് ബോക്സ് പിന്നെ കണ്ടിട്ട് അത് അബദ്ധം പറ്റി അക്കടി പറ്റി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി ഡിലീറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എനിക്ക് അയച്ചെന്ന വാട്സപ്പ് ചാറ്റെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. മേലിൽ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഷുക്കൂർ വരിക്കോടിനോട് പറയാനുള്ളത്. എനിവേ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇനി സൂറത്തുൽ ബഖറ അവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഏത് യുദ്ധം എന്ന് പറഞ്ഞിട്ടില്ല. ബഖറ പുള്ളി എടുത്തിട്ടില്ല. ഇത്തവണ നമ്മൾ തൗബയിൽ നിൽക്കുകയാണ് അല്ലേ ബാസിലെ? നമ്മൾ ആക്ച്വലി പറഞ്ഞത് ഇത് യുദ്ധ സന്ദർഭമല്ല, കരാറുകൾ ലംഘിക്കുന്നതെന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാണ്. യുദ്ധത്തിൽ കൊല്ലുന്നതിനേക്കാളും അല്ലെങ്കിൽ യുദ്ധത്തിനേക്കാളും പ്രശ്നമായിട്ടുള്ള വിഷയമാണ് കരാർ ലംഘിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ബനു ഖുറൈളയൊക്കെ കൊല്ലുന്നത് കരാർ ലംഘിക്കുന്നതിന്റെ ബേസിലാണ്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. വെറുതെ ഇവിടെ യുദ്ധക്കളം എന്ന് പറയുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് സൂറത്ത് ബഖറയിലുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നു, ആ യുദ്ധം ആ കാര്യം നൈസ് ജോബ്. അതിൻ്റെ ഇടയിൽ കൂടെ യുദ്ധത്തിൽ കൊല്ലിനേക്കാളും പ്രശ്നമാണ് കരാറ്. അതായത് യുദ്ധസന്ദർഭമാണെന്ന് പറഞ്ഞത് പാളിപ്പോയി. അപ്പോൾ യുദ്ധസന്ദർഭം അല്ല എന്ന് പറയുമ്പോൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നത് അതൊരു ചെറിയ പ്രശ്നമല്ലേ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ യുദ്ധത്തിനേക്കാളും പ്രധാനമാണ് കരാറ്. കരാർ ലംഘനം യുദ്ധക്കളത്തിലുള്ള കൊല്ലലിനേക്കാളും പിന്നെ അല്ലെങ്കിൽ യുദ്ധത്തെക്കാളും വലിയ പ്രശ്നമാണ് കരാർ ലംഘിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബനു ഖുറൈളയെ കൊന്നതെന്ന്. ഏത് കരാർ ലംഘിച്ചത് എന്ന് നമ്മൾ ചോദിച്ചില്ലേ? ഏത് കരാറ്? ബനു ഖുറൈളയുമായിട്ട് ഏത് കരാർ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 900 മനുഷ്യരെ നിരത്തി നിർത്തി തലവെട്ടി കുഴിയിലേക്കിട്ടത് എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കരാർ ഏതാണ്? PDF കോപ്പി ഇപ്പം അയച്ചുതരാന്ന് പറഞ്ഞിട്ട് പോയ ആള് പിന്നെ ചോദിക്കണ മൈക്ക് ഏതാന്ന് വെച്ചിട്ട് ഫോൺ വിളിയാണ്. അതുകൊണ്ട് നിങ്ങളെ കരാറൊക്കെ കയ്യിൽ വെച്ചോ. കരാറുണ്ടെങ്കിൽ അതിന്റെ PDF അയച്ച, പുസ്തകം അയച്ചതാ, റെഫറൻസ് ഇതാ. കരാറ് ആകെയുള്ളൊരു കരാറ് അന്ന് ഒരു സായുധ സംഘവുമായിട്ട് ബനു നളീറിന്റെ അടുത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഈ സായുധ സംഘവുമായിട്ട് എന്താണ് മുഹമ്മദ് അറ്റാക്ക്ഡ് ബനു ഖുറൈള വിത്ത് ആൻ ആർമി ഇൻ ദ മോർണിംഗ്. അങ്ങനെ ഒരു ചെറിയൊരു സന്ദർശനം നടത്തിയ സമയത്ത് ഒപ്പിടടാ കരാറ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരെണ്ണത്തിൽ ഒപ്പിട്ടാണ് അത്രേ. അത് എന്താണ് ഏതാണ് ആർക്കും അറിയില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ബനു ഖുറൈള അല്ലല്ലോ ഇന്നത്തെ വിഷയം. നമുക്ക് തൗബയിലെ കരാറിലേക്ക് വരാം. അപ്പൊ ഇനി തൗബയിലെ കരാറാണ് കേട്ടോ. എന്നാൽ സൂറത്ത് തൗബയിലുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു നേരിട്ടുള്ള ഒരു ബദർ പോലെ ഉഹുദ് പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു നേരിട്ടുള്ള യുദ്ധം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല അവിടെ സംഭവിക്കുന്ന, ഒരു യുദ്ധക്കളമല്ല അവിടെ. അപ്പം ബദർ പോലെ ഉഹുദ് പോലെയുള്ള ഒരു യുദ്ധമല്ല. എന്നാൽ അതേ സമയത്ത് സൂറത്ത് തൗബ വായിച്ചാൽ നമുക്ക് തഫ്സീറുകളടക്കം വായിക്കാം. അപ്പോൾ ആ വായിക്കുന്നിടത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരു കരാർ ലംഘനം അവിടെ നടക്കുന്നു, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം. അതാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ മനസ്സിലായില്ല. അതായത് ഈ സൂറത്തു തൗബയിലെ യുദ്ധം അല്ല എന്ന് പറയാൻ പറ്റില്ല. യുദ്ധം അല്ല എന്ന് പറഞ്ഞാൽ അക്ബർ സാഹിബിന്റെ നല്ല കിഴുക്ക് കിട്ടും. കാരണം കൊല്ലം കുറേ ആയി യുദ്ധം എന്ന് പറയാൻ നടക്കണേ. അലിയാർ കാസിമി വിളിച്ച് കണ്ണൂരിച്ചിട്ടുണ്ടാവും. ബാസിലെ ആ കടലില് നിങ്ങൾ ആയത്ത് കലക്കിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതാണ്, നിങ്ങൾക്ക് കട്ട സപ്പോർട്ട് തന്നതാണ്. ഏത് ആഴക്കടലിലെ ഇരുട്ടിന്റെ സമയത്ത് അക്ബർ സാഹിബിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആളാണ് അലിയാർ കാസിമി. ആശയപരമായിട്ടുള്ള പല വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ഖുർആനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ ആണായി പറഞ്ഞ അക്ബർ സാഹിബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ആവേശത്തിൽ അലിയാർ കാസിമി അക്ബർ സാഹിബിന് നിരുപാധിക പിന്തുണ കൊടുത്ത് കൂടെ നിന്നതാണ് കട്ടക്ക്. തഫ്സീറുകളൊക്കെ അർത്ഥം മാറ്റി ഭീകരമായിട്ടുള്ള പിന്തുണയാണ് അന്ന് MM അക്ബറിന് കൊടുത്തത്. ആ അലിയാർ കാസിമിയൊക്കെ വിളിച്ചിട്ട് അലിയാർ കാസിമി ഒരുവിധ അറബി ബാബുവിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ഇത് യുദ്ധക്കളത്തിൽ യുദ്ധ സന്ദർഭം സൂറത്തു തൗബ എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചപ്പോൾ അത് ബക്കറിലെ 192 ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ട് ഓടിപ്പോയതാണ്. അലിയാർ കാസിമി വിളിച്ചിട്ടുണ്ടോ ബാസിലെ എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന്. അപ്പൊ ബാസിൽ ഇനിയിപ്പം തൗബയുടെ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഏതാ യുദ്ധം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല,
യുദ്ധത്തിന് പേര് പറയാൻ പറ്റില്ല. അതായത് മക്ക കീഴ്പ്പെടുത്തിയതിന് ശേഷം, മക്കം ഫത്ഹിന് ശേഷം പിന്നത്തെ വർഷം ഏത് യുദ്ധം? ഈ ചോദ്യം വന്നപ്പോ കരാർ എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ നമ്മൾ ചോദിച്ചു ഏത് കരാറ്? നമ്മൾ ഏത് കരാറെന്ന് ചോദിച്ചു. അലിയാർ കാസിമി അമ്മ മക്ബറും വിളിച്ചിട്ട് ബാസിലെ അത് വേണ്ടാട്ടോ, കളി വേണ്ടാട്ടോ, നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നോണെയാണ്. അത് ഇജിപ്പ മാറ്റി പറഞ്ഞാൽ ആകെ പുലിവാലാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കരാറിന്റെ കൂടെ ഒരു യുദ്ധം കൂടി ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുള്ള ബാസിൽ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹുദൈബിയ സന്ധിയും മക്കം ഫത്ഹും തബൂക്ക് യുദ്ധവും കരാറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പരുവത്തിൽ ഇനിയൊരു സാധനം ഉണ്ടാക്കാൻ പോകും. എന്തൊക്കെയാന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ മനസ്സിലാവും കേട്ടോ. നല്ല ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഖുർആന് തഫ്സീർ ആയത്ത് ഇന്ന് തെളിവിന്റെ കന്നിമാസാണ് ഇവിടെ. അതിൻ്റെ ഇടയിൽ അയാൾ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഇതിന് വിശദീകരണങ്ങൾ നിങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ അമാനി മൗലവിന്റെ തഫ്സീറൊക്കെ കൊണ്ടുവരുമായിരിക്കും. അത് സുന്നികൾ എടുക്കൂലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു കാര്യത്തെ തീരുമാനമാക്കാൻ തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വിശദീകരിക്കാൻ നമ്മുടെ കയ്യിൽ പിന്നെ അമാനി മൗലവിയുടെ തഫ്സീറുണ്ട്. അതിൽ നമുക്ക് ഇതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ പറഞ്ഞ ആളുടെ ഒരു പിന്നെ പ്രശ്നം പോലെ ഇപ്പോൾ സുന്നികളായ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് അംഗീകരിക്കില്ല എന്നാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് പിന്നെ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിയുടെ പിന്നെ വിശദീകരണം ഇതിന്റെ വ്യാഖ്യാനവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാത്തിലും എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ സുന്നീന്നോ മുജാഹിദിന്നോ ഒരു തലക്കുള്ള വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വിശദീകരിച്ചത് എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പരിശോധിച്ച് നോക്കാം. അപ്പൊ മനസ്സിലാവും ആരാണ് കളവ് പറഞ്ഞത്, ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതാണ്. കണ്ടോ, ഓല ഒരുങ്ങി തന്നെയാണ്. കിതാബിന്റെ ഏറാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. കിതാബിലെ വരികളും വായനകളും റെഫറൻസും എടുത്തിട്ടുള്ള ഏറായിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിരുന്നോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അമാനി മൗലവി തഫ്സീർ ശരി സമ്മതിച്ചു. അമാനി മൗലവിന്റെ തഫ്സീർ നിങ്ങളെടുത്തുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു പഴയകാല സുന്നി തഫ്സീർ നിങ്ങളെടുത്തുണ്ട്. ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്ക് താങ്ങോ എന്നറിയില്ല. അമാനി മൗലവിന്റെ തഫ്സീറിന്റെ അടുത്തുണ്ട്. നിങ്ങൾ പറയുന്ന അമാനി തഫ്സീറിലെ ന്യായീകരണങ്ങൾക്കും അമാനി തഫ്സീറിന്റെ പീസുകൾ അടർത്തിയെടുത്ത് നിങ്ങൾ കാണിച്ച് കോട്ടുന്ന കള്ളത്തരങ്ങൾക്കും കോട്ടിമാട്ടലുകൾക്കും നിങ്ങളുടെ മുഫസ്സിറിനെ നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയ ആളുകളെ പറ്റിക്കുന്ന പരിപാടിക്കുള്ള മറുപടി അമാനി തഫ്സീറിൽ നിന്ന് തന്നെയും. അമാനി തഫ്സീറിൽ കേരളത്തിൽ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ ഇരുന്നെഴുതുന്ന ഒരു മുജാഹിദിന്റെ മനോവ്യതകൾ അമാനി മൗലവീനെയും ബാധിച്ചിരിക്കാം. അതുകൊണ്ട് വൈക്ലഭ്യമേതുമില്ലാതെ ഇസ്ലാമിക നിയമം വിശദീകരിക്കാൻ ഇസ്സത്തുണ്ടായിരുന്ന അബുൽ അലാ മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ ഞാൻ എടുക്കുന്നു. നിങ്ങൾ മറ്റേ വേറെ ഏതൊരു സയ്യിദിന്റെ പറഞ്ഞതില്ല. ഇനി ഒരു സുന്നികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ സുന്നികൾക്കും മുജാഹിദിനും തർക്കമില്ലാത്ത തഫ്സീറുൽ കബീർ ഞാൻ എടുക്കുന്നു, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ. ഇത്രയും ഭാഗം എൻ്റെ അടുത്തുണ്ട്. സഹീഹ് ബുഖാരി ആവശ്യമെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട്, മലയാളത്തിലാണ്. അത് കാര്യമായിട്ട് ഇന്ന് ആവശ്യം വരൂല. കാരണം സന്ധി നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടി വരും. സന്ധിക്കും യുദ്ധത്തിനും നുണക്കും സന്ധിക്കും ഒരേ ഇതല്ല. പിന്നെ നമ്മുടെ എന്താ പറയാ, ഓറിയന്റലിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ഇതൊന്നും ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ 2-3 ഹത്തം ഓദിക്കോ എന്നാണ് അബ്ദുള്ള ബാസിലിനോടും കൂട്ടരോടും എനിക്ക് പറയാനുള്ളത്. ഒന്നും പേടിക്കണ്ട. ബുഖാരിയും അതേപോലെ ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് ഒന്നും നമ്മൾ എടുക്കൂല. അബ്ദുള്ള ബാസിലിന്റെ സംഘം അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഷുക്കൂർ വരിക്കോടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലെ പ്രൈമറി എവിഡൻസ് ആയിട്ടുള്ള താരീഖു തബ്രിയുടെ ഇംഗ്ലീഷിലേക്കും ഞാൻ ഇന്ന് പോകുന്നില്ല, അവിടേക്ക് നമ്മൾ പോകും. ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് 2 തഫ്സീർ ഗ്രന്ഥങ്ങളും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അമാനി മൗലവിന്റെ തഫ്സീറും ഉണ്ട്. അപ്പൊ നിങ്ങളത്ത് 2 തഫ്സീർ, ഇതിൻ്റെ 3 തഫ്സീർ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ ഇനി സൂറത്തു തൗബയിൽ കരാർ ലംഘനത്തെ തുടർന്നുണ്ടായ യുദ്ധസമാനമായ ഒരു സാഹചര്യം, ദാറ്റ് മീൻസ് കരാർ ലംഘിച്ചു, അവധി കൊടുത്തു, 4 മാസം, യുദ്ധക്കളം, യുദ്ധസന്ദർഭം. പൊന്നാരന്റെ ഭാഷയിലെ ഇതന്നെയല്ലേ ആദ്യം പറഞ്ഞത്? പിന്നെന്താ അബദ്ധം പറ്റി പറഞ്ഞത്? കരാർ ലംഘനത്തെ തുടർന്ന് 4 മാസം അവധി കൊടുത്ത്
ആ അവധിയും കഴിഞ്ഞ് വിലക്കപ്പെട്ട 4 മാസവും കഴിഞ്ഞ് യുദ്ധസന്ദർഭത്തിലെത്തുമ്പോൾ, യുദ്ധസമാനമായ സാഹചര്യത്തിലെത്തുമ്പോൾ യുദ്ധക്കളത്തിൽ കാണുന്നിടത്ത് വെച്ച് തലവെട്ടണം തന്നെയല്ലേ പറഞ്ഞത് ആദ്യം? അപ്പൊ അത് അബദ്ധമാണെന്ന് പറഞ്ഞതോ? അതിപ്പോ അബദ്ധമായ പോട്ടെ, നമ്മളൊരു വാക്കുമ്പോ പിടിച്ചു പറയും, വേണ്ട വിട്ടാളി. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു സഹോദര തുല്യമായിട്ടുള്ള ഒരു സ്നേഹമാണ് കേട്ടോ എനിക്ക് ബാസിലിനോടുള്ളത്. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നു ഞാൻ ബാസിലിനെ വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് സമീപിക്കുന്നു എന്നൊരു കിംവദന്തി. ആൾക്കാർക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്. ഒരിക്കലും ഞാൻ അബ്ദുള്ള ബാസിലിനെ സ്നേഹത്തോടെയാണ് സമീപിക്കുന്നത്. അബ്ദുള്ള ബാസിലിനോട് എപ്പോഴും ഗുണകാംക്ഷയുള്ളൂ. അബ്ദുള്ള ബാസിൽ ഈ തരികിടയൊക്കെ അവസാനിപ്പിച്ച് ഖുറാനിൽ കണ്ടതുപോലെ പറയുക, അമാനി മൗലവി എഴുതിയത് അതുപോലെ വായിക്കുക, അതിൽ നിന്ന് കണ്ടം മുറിച്ച് അപ്പുറം മാറ്റാനും ഇപ്പുറം മാറ്റാനും അടർത്തി മാറ്റാനും ഒളിപ്പിച്ചു വെക്കാനും തയ്യാറാവാതിരിക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആത്മാവിശ്വാസമുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാനും സംവദിക്കാനും തയ്യാറായിട്ട് മുന്നോട്ട് വരിക. എനിക്ക് നിങ്ങളോട് യാതൊരു വ്യക്തിപരമായ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. എനിക്ക് നിങ്ങളോട് തികഞ്ഞ സ്നേഹമാണ്, ഒരു മനുഷ്യൻ, ഒരു സഹജീവി എന്ന അർത്ഥത്തിൽ. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന തരികിടയും പറയുന്ന നുണകളും നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് എന്നും നിഷ്കളങ്കരായ മറ്റു പല മനുഷ്യരെയും അത് തെറ്റായി സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. അതിനെ നിങ്ങൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ബാക്കി തെളിവ് വെച്ചോളി, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഈ തഫ്സീറിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ആ സാഹചര്യം എന്നുള്ളത് ക്ലിയറായി വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സന്ധി അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇവിടെ യമുക്കളും സംഘികളൊക്കെ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം അദ്ദേഹം യുദ്ധക്കൊതിയനായിരുന്നു, യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ ഇവിടെ ഒരു സന്ധിക്ക് തയ്യാറാണ് എന്ന നിലക്ക് വന്നപ്പോൾ അദ്ദേഹം അതിന് എന്ത് ചെയ്തു, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, ഈ ഹുദൈബിയ സന്ധിയിൽ പലതും മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ളതായിരുന്നു. അപ്പൊ സന്ധി ഇല്ലാത്തതുകൊണ്ടാണ്, ഏതാണ് കരാർ എന്ന് പറഞ്ഞാൽ കരാർ ഇല്ലാത്തതുകൊണ്ടാണ് ബനൂ ഖുറൈളയുടെ കരാറിന്റെ പേര് പറയാത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പേരിന് പറയാനെങ്കിലും ഒരു കരാർ ഉണ്ടെങ്കിൽ ആ കരാർ ഇവിടെ സ്യൂട്ടാവോ ഇല്ലേന്നൊന്നും നോക്കാതെ കരാറിന്റെ പേരെങ്കിലും ഇവർ പറഞ്ഞേനെ. ബനൂ ഖുറൈളയിൽ ശരിക്കും കരാറില്ലാത്തതുകൊണ്ടാണ് എൻ്റെ തലച്ചോറ് കാണണം എന്ന് പൂതിയൊക്കെ പറഞ്ഞു നടക്കുന്നത്. തലച്ചോറ് കാണിച്ചെന്ന കരാർ കാണിച്ചു തരാന്ന. എന്നാൽ ഇവിടെ ആ ഗതികേട് വരുന്നില്ല. ഇവർ പറയുന്നു സൂറത്തു തൗബയിലെ 5-ാം വചനം അവതരിച്ചതിന്റെ പശ്ചാത്തലം ഹുദൈബിയ സന്ധിയാണ് എന്ന് വിശദീകരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇനി കാണുന്നത്. ഇനി ഈ ഹുദൈബിയ സന്ധി ആലോചിക്കണം. സൂറത്തു തൗബയിലെ ആ വചനങ്ങൾ അവതരിക്കുന്നതിന് 2 വർഷം മുൻപ് നടന്ന, അല്ലെങ്കിൽ 3 വർഷം മുൻപ്, 2.5 വർഷം മുൻപ് നടന്ന ഒരു സന്ധി. ആ സന്ധി പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ വരുന്നത്. ഏത്? ഹിജറ 9-ാം വർഷം നടന്ന ഈ മക്കം ഫത്ഹിനും ശേഷം, അതായത് ഹുദൈബിയ സന്ധിയും കഴിഞ്ഞ് മുഹമ്മദിന്റെയും സംഘത്തിന്റെയും ഉംറയും കഴിഞ്ഞ് തൊട്ടടുത്ത 3 മാസത്തിനുള്ളിൽ നടക്കുന്ന ചതിപ്രയോഗത്തിലൂടെയുള്ള മക്ക കീഴ്പ്പെടുത്തലും കഴിഞ്ഞ് അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നതും കഴിഞ്ഞ് എല്ലാ കോലാഹലങ്ങളും കഴിഞ്ഞ് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സൂറത്തുകളിൽ ഏറ്റവും അവസാനത്തേത് എന്ന് പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുള്ള ഇസ്ലാം സമ്പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്ലാമിക നിയമത്തിന്റെ ഒരു ഫൈനലൈസേഷൻ, അതിന്റെ പൊളിറ്റിക്കൽ നിലപാടുകളുടെ അവസാന വാക്ക് പറയുന്ന ഖുർആൻ സൂക്തത്തിൽ അവതരിക്കുന്ന ഈ വചനത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയാൻ ശ്രമിക്കുന്നത് അതിന് 3 വർഷത്തോളം മുൻപ് നടന്ന ഒരു സന്ധിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് 3 വർഷത്തെ മുൻപുള്ള സന്ധി ഈ പശ്ചാത്തലത്തിലേക്ക് സ്യൂട്ടാവുക എന്നാണ് ഇനി ഇവർ പറയാൻ ശ്രമിക്കുന്നത്. നല്ല വടം കെട്ടി വലിക്കാൻ പോവുകയാണ്, പിടിച്ചിരുന്നോടെ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, മക്കയിൽ നിന്നും മുസ്ലിം ആയിക്കൊണ്ട് വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് സന്ധി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയൂ, ഈ ഹുദൈബിയ സന്ധിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചയക്കേണ്ടതില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ മുസ്ലിം ആയിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണം.
എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് പ്രവാചകൻ അത് സമ്മതിക്കുകയാണ്. അത്രമാത്രം വിട്ടുവീഴ്ച നടത്തിയിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുന്നു. അപ്പൊ ഇവർ ഹുദൈബിയ പരാമർശിച്ചത് കൊണ്ട് നമ്മൾ ഹുദൈബിയ ഒന്ന് പറഞ്ഞു പോകാം. ഇദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി ഒരു യുദ്ധക്കൊതിയനായിരുന്നില്ല എന്നതിന്റെ തെളിവായിരുന്നു ഹുദൈബിയ സന്ധി. നുണ. മുഹമ്മദും സംഘവും ഹുദൈബിയ സന്ധിയിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. സന്ധി പല നിബന്ധനകളും ഇവർക്ക് പ്രതികൂലമായ നിബന്ധനകൾ വെച്ചു, സന്ധിയിൽ ഒപ്പുവെച്ചു. ശരി, സത്യം പറഞ്ഞാൽ സത്യം എന്ന് പറയണം, നുണ പറഞ്ഞാൽ നുണ എന്ന് പറയണം. മുഹമ്മദ് യുദ്ധക്കൊതിയനായിരുന്നില്ല എന്നതിന്റെ തെളിവല്ല ഹുദൈബിയ സന്ധി. മുഹമ്മദ് ചതിപ്രയോഗത്തിനുള്ള തക്കം പാർത്തിരിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു എന്നതിന്റെ ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നു എന്നതിന്റെ തെളിവാണ് ഹുദൈബിയ സന്ധി. മക്കയെ ചതിപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താനുള്ള മുഹമ്മദിന്റെ കുടിലതന്ത്രമായിരുന്നു ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി മക്കക്കാർ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതല്ല എന്നും മുഹമ്മദ് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് എന്നും നമുക്ക് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം. ഹുദൈബിയ സന്ധിക്ക് പുറപ്പെട്ടു പോകുന്നതിന് മുൻപ് തന്നെ അത്തരമൊരു സന്ധിയിലേക്ക് എത്തണം എന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിരുന്നു എന്നും, ഞങ്ങൾ യുദ്ധത്തിനല്ല വരുന്നത്, ഞങ്ങൾ കേവലമായ ഉംറ തീർത്ഥാടനത്തിന് വരികയാണ് എന്ന് മക്കക്കാരെ അറിയിക്കാനുള്ള പ്രചാരണ പരിപാടികൾ മുഹമ്മദ് നടത്തിയിരുന്നതായി എന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഹുദൈബിയ സന്ധി മുഹമ്മദിന്റെ യുദ്ധ കുടിലതന്ത്രങ്ങളുടെ ഉദാഹരണമാണ്, അതിന്റെ സ്മാരകമാണ്. ചതിക്കാൻ വേണ്ടി മുഹമ്മദ് ഏർപ്പെടുത്തുന്ന ചതിപ്രയോഗങ്ങളുടെ കരവിരുതിന്റെ തെളിവാണ് ഹുദൈബിയ സന്ധി. മുഹമ്മദ് യുദ്ധക്കൊതിയനായിരുന്നില്ല എന്നതിന്റെ തെളിവല്ല. മുഹമ്മദ് അങ്ങേയറ്റം പ്രദേശങ്ങളെയും ജനതകളെയും ആക്രമിക്കുകയും തൻ്റെ ഭരണത്തിന് അധീനതത്തിൽ കീഴിലാക്കുകയും അവരുടെ സ്വത്തുക്കൾ മൊത്തം കൊള്ളയടിക്കുകയും ചെയ്തിരുന്ന ഗോത്രകാല ഒരു നേതാവ് മാത്രമായിരുന്നു. എത്രയോ ഗോത്രങ്ങൾ. ഇവർ തബൂക്ക് പറയുന്നത്, തബൂക്ക് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന തബൂക്ക് യുദ്ധം എന്നൊക്കെ പറയാം. ഏത് യുദ്ധം? തബൂക്ക് പര്യടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഗനീമത്ത് മുതലൊന്നും കിട്ടാതെ നിരാശനായ മുഹമ്മദ് എന്താണ് ചെയ്തത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച് പതിയിരുന്ന് പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ കയറി ആക്രമിക്കുകയും അവരുടെ സ്വത്തുക്കൾ ഗനീമത്തായിട്ട് പിടിച്ചെടുക്കുകയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്ന മുഹമ്മദിന് ഇഷ്ടം തെളിവുകൾ. 13 വർഷത്തിനിടയിൽ ഈ ചെറുതും വലുതുമായ കൊള്ളകളും കൊള്ളശ്രമങ്ങളും അക്രമങ്ങളും യുദ്ധവും പ്രതിരോധവുമായിട്ട് മുഹമ്മദ് എത്ര സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. എങ്ങിട്ടും പോണ്ട, ഇദ്ദേഹം പറയണ ശുക്ർ വരിക്കോടം പറയണ പ്രൈമറി എവിഡൻസ് ആയിട്ടുള്ള താരിഖ് തബരി ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. അപ്പൊ ഇതൊന്നും കിതാബ് കയ്യിലില്ലാതെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ധാരണയാണ് ഇവർക്ക്. അപ്പൊ ഹുദൈബിയ സന്ധി. പിന്നെ ഈ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ എന്താ പറയാ, അത്രയും മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായ കുറെ കാര്യങ്ങൾ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ പോലും മുസ്ലിങ്ങൾക്ക് പറ്റാത്ത പല കാര്യങ്ങളിലും അദ്ദേഹം സമ്മതിച്ചത്. ഈ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സുദീർഘമായ ഹദീസുകൾ സഹീഹ് ബുഖാരിയുടെ മലയാളം പതിപ്പിൽ നിങ്ങൾക്ക് IPH പബ്ലിഷ് ചെയ്യുന്ന പുസ്തകത്തിന്റെ 406 പേജിൽ നിങ്ങൾക്കൊരു 3 പേജിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ഹദീസ് ഇതിനുണ്ട്. ഇതിനകത്ത് ഉമർ ചോദിക്കുന്നുണ്ട്, അല്ല മുഹമ്മദേ, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണോന്ന്. അതായത് മുഹമ്മദ് ഈ കാണിക്കുന്ന ഈ തന്ത്രങ്ങൾ കണ്ടിട്ട് തന്ത്രം എന്തായിരുന്നു എന്ന് മനസ്സിലാകാത്ത ഉമർ മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ സംശയിച്ചു എന്ന് ഹദീസിലുണ്ട്. മുഹമ്മദിനോട് നേരിട്ട് ചോദിച്ചു. അത് പോരാഞ്ഞിട്ട് അബൂബക്കറിനോടും ഉമർ ചെന്ന് ചോദിച്ചു, അല്ല ശരിക്കും മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന്. ആണെങ്കിൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ താണുകൂട് നിൽക്കുന്നത്? എന്തിനാണ് ഈ എന്താ പറയാ ഷിർക്കിന്റെ ആൾക്കാരോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. 1400 പേരുമായി വന്ന സംഘമായിരുന്നു മുഹമ്മദിന്റെ സംഘം. മക്കക്കാരെ കബളിപ്പിച്ച് തരം കിട്ടിയാൽ മക്ക കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു മുഹമ്മദിനുണ്ടായിരുന്നത്. ഹുദൈബിയ നടക്കുന്ന സന്ധിക്ക് മുൻപ് മുഹമ്മദ് ഒരുങ്ങി വരുന്ന യാത്രയിൽ അത് തന്നെയായിരുന്നു ലക്ഷ്യം. ആരോട് അവരിതൊക്കെ പറയുന്നത്?
ഇല്ലേ? ഇനി ഹദീസിലില്ല എന്ന് പറയോ? അപ്പൊ നമ്മൾ ഹദീസിലുണ്ടായ പോരെ എന്നുള്ള അബ്ദുള്ള അബ്ബാസിന്റെ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കും. ഹദീസിലുണ്ട്. ഉമർ മുഹമ്മദിന്റെ പ്രവാചകത്വം വരെ സംശയിച്ചു. ശരിക്കും ഇയാള് അള്ളാഹിന്റെ പ്രവാചകനാണോ എന്ന് മുഹമ്മദിനോട് ഉമർ ചോദിച്ചു എന്ന് ഈ പുസ്തകത്തിലുണ്ട്. സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. നിങ്ങൾ തള്ളുകയാണെങ്കിൽ തള്ളിക്കോ. എന്നിട്ട് മുഹമ്മദ് പറഞ്ഞു, ആ ശരിക്കും ഞാൻ അള്ളാഹിന്റെ പ്രവാചകൻ തന്നെയാണ്, പിന്നെ ഇജ്ജ് സംശയിക്കൊന്നും വേണ്ട. എന്നിട്ട് വിശ്വാസം വരാതെ അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും ചോദിച്ചു. ഇത് രണ്ട് സാഹചര്യങ്ങളിലാണ് കേട്ടോ. ആ ഹുദൈബിയയുടെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവമാണ്. അപ്പോൾ sunnan.com മീൻസ് IPH പബ്ലിഷ് ചെയ്ത മലയാളത്തിലെ അതിൻ്റെ റെഫറൻസ് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. 1174 ഇവരുടെ പുസ്തകം അനുസരിച്ച്. 1174 സോറി 1134 ഈ പുസ്തകത്തിൽ. IPH പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൽ 1134. എനിക്ക് എൻ്റെ പിന്നെ കന്നഡ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ഇനി നമ്മൾ ഹുദൈബിയ സന്ധിയിലേക്കൊന്ന് പോകുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഹുദൈബിയയിലേക്ക് പോകാത്തതെന്ന് ചോദിച്ചാൽ, ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു ചതിയുടെ അധ്യായമാണ് ഹുദൈബിയ. അങ്ങേയറ്റത്തെ ചതിയുടെ പേരാണ് ഹുദൈബിയ. അതുകൊണ്ട് ലംഘിക്കാൻ വേണ്ടി സന്ധി ചെയ്യുന്നവൻ മുഹമ്മദ് എന്ന് നമ്മൾ കൃത്യമായി ഹുദൈബിയ സന്ധി മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തു തരാം. അപ്പൊ ഹുദൈബിയ സന്ധിയിലേക്ക് നമുക്ക് പിന്നെ വിശദമായിട്ട് വരാം. ഇനി ഹുദൈബിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന ചില വാദഗതികളുണ്ട്, അതൊന്ന് നമുക്ക് ഓടിച്ചു കേൾക്കാം. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ട് പോലും മക്കാരെന്താ ചെയ്യുന്നത്? ആ സന്ധി ലംഘിക്കുകയാണ്. ഏറ്റവും വലിയ എന്താ പറയുക, ക്രിമിനൽ മൈൻഡിന്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൊരു സന്ധിയെ പോലും അവർ അത് ലംഘിച്ചുകൊണ്ട് അക്രമങ്ങൾ നടത്തി. ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂറത്ത് തൗബയിൽ പറയുന്നതും. അതിനുശേഷം യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അതിൽ വേണ്ടി തരുന്നത്. ശുദ്ധമായ കളവ്. ഹുദൈബിയ സന്ധി ലംഘിച്ചത് മുഹമ്മദാണ്. ഹുദൈബിയ സന്ധി ആദ്യമായിട്ട് ലംഘിച്ചത് അള്ളാഹുവാണ്. ഹുദൈബിയ സംഖ്യയുടെ നഗ്നമായ ലംഘനമാണ് മുഹമ്മദ് ഹുദൈബിയ സംഖ്യ എഴുതി തുടങ്ങുന്നതിന് തൊട്ടടുത്ത നിമിഷം മുതൽ ഉണ്ടാവുന്നത്. കറതീർന്ന ലംഘനങ്ങളുടെ നീണ്ട ചരിത്രം, ചതിയുടെ ചരിത്രം, വഞ്ചനയുടെ ചരിത്രം. എന്തായിരുന്നു ഹുദൈബിയ സന്ധി? മുഹമ്മദ് നബി പാലിച്ചിരുന്നു എന്നും മറ്റവർ ലംഘിച്ചിരുന്നു എന്നതിനും ഇവർ ചില തെളിവുകൾ വെക്കും. ഓർക്കുക, നമ്മൾ സൂറത്തു തൗബയിലെ 5-ാം വചനത്തിന്റെ കാരണം തേടി നിൽക്കുകയാണ്. ഇവര് 3 വർഷം മുൻപ് നടന്ന ഹുദൈബിയ സന്ധിയിൽ നിൽക്കുകയാണ്. ആലോചിക്കണം. മാത്രമല്ല ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു കോഎക്സിസ്റ്റൻസിന്റെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല അത് ഏകദേശം 10 വർഷത്തോളം ഒരു യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യാണ്? റസൂൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലും ഇവർ നിരന്തരമായിക്കൊണ്ട് മറുഭാഗത്ത് ഇതിനെ അതിനെ ലംഘിച്ചുകൊണ്ടിരിക്കുകയും കരാർ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ കരാർ ലംഘനത്തെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മക്കം ഫത്ത്ഹ് അല്ലെങ്കിൽ മക്ക വിജയം പോലും അവർ കരാർ ലംഘിച്ചത് കൊണ്ടുണ്ടാകുന്ന ഒരു പരിണിതിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ചരിത്രത്തിൽ നിന്ന് കിട്ടില്ല. വസ്തുതയും അതല്ല, ശരിയും അതല്ല. ഹുദൈബിയ സന്ധിയുടെ നഗ്നമായ ലംഘനം തുടങ്ങി വെച്ചത് മുഹമ്മദാണ്. മുഹമ്മദ് ഖുറൈശികളുടെ മേൽ സന്ധി ലംഘനം ആരോപിക്കാനുള്ള തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്ന് ഹദീസുകളിൽ അല്ലെങ്കിൽ സീറകളിൽ വൃത്തിയായിട്ടുണ്ട്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ പുസ്തകത്തിൽ മുഹമ്മദ് ബദറിൽ തൊട്ട് മക്കയെ കീഴ്പ്പെടുത്തുന്ന സ്വപ്നം പേറി ജീവിക്കുന്നയാളായിരുന്നു എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ബദർ തൊട്ട് മക്കയിൽ നിന്ന് മുഹമ്മദ് പലായനം ചെയ്തു പോകുന്നത് പോലും മക്കയും കഅബയും കീഴടക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു എന്നതിന് ഖുർആനിൽ തെളിവുകളുണ്ട്. ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിറുകൾ എഴുതി വെച്ച തെളിവുകളുണ്ട്. ആവശ്യമായി വരുമ്പോൾ അതൊക്കെ പുറത്തുവിടാം. അതുകൊണ്ട് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നതിന് ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഹുദൈബിയ സന്ധിയാണ് എന്ന് കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സൂറത്തു തൗബയുടെ 5-ാം വചനം അവതരിച്ചതിന്റെ കാരണം ഈ ഹുദൈബിയ സന്ധി ഖുറൈശികൾ ലംഘിച്ചതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹുദൈബിയ സന്ധിയിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഇനി വട്ടം കറങ്ങിയാൽ എന്താ സംഭവിക്കുക? നമുക്കൊന്ന് നോക്കാം.
അതിന് ശേഷവും പിന്നീടും പിന്നെ തബൂക്ക് യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. അവിടെയും വീണ്ടും പിന്നെ മക്കൾക്ക് ചുറ്റിരുന്നുകൊണ്ടും അല്ലെങ്കിൽ മദീനക്ക് ചുറ്റിരുന്നുകൊണ്ടും എല്ലാം ഒരു പതിയിരുന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുകയും നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും ഈ കരാർ ലംഘനം ഇവരുടെ ഒരു സ്ഥിരം പണിയാവുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമാധാനപൂർവമായ ഒരു അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. എന്തൊക്കെ നുണ മാത്രമാണ് ഇത്, എമ്മാരി വിവരക്കേടാണ്. തബൂക്ക് യുദ്ധം, തബൂക്ക് എവിടെ കിടക്കണം, മക്ക എവിടെ കിടക്കണം? നിങ്ങളിപ്പോ സംശയമുള്ള ഒരു വെറുതെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് തബൂക്ക് ടു മക്ക എന്നൊന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ മാപ്പ്. തബൂക്ക് എവിടെ കിടക്കണേ? മുഹമ്മദിന്റെ മദീന എവിടെ കിടക്കുന്നത്? മക്ക എവിടെ കിടക്കുന്നത്? ഒരു പോയിന്റ്. ഇവർ കരാർ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മക്ക കീഴ്പ്പെടുത്തുകയും ഹുനൈനും കഴിഞ്ഞിട്ടാ തബൂക്കിലോട്ട് പോകുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ അബൂ സുഫിയാൻ വരെ പങ്കെടുത്തു എന്നാണ് കഥ, ചരിത്രം. മക്ക കീഴ്പ്പെടുത്തുകയും മക്ക മുഹമ്മദിന് അധീനതയിലാവുകയും ചെയ്തതിന് ശേഷം തബൂക്ക് യുദ്ധത്തിലേക്ക് തബൂക്ക് പര്യടനത്തിലേക്ക് മുഹമ്മദ് പോകുന്ന സാഹചര്യം. രണ്ടും കാലഘട്ടം എവിടെ കിടക്കുന്നു? സ്ഥലം എവിടെ കിടക്കുന്നു? ദിക്ക് എവിടെ കിടക്കുന്നു? ദിക്കും പൊക്കും തിരിയാതായോ അബ്ദുള്ള അബ്ബാസിലെ? പിന്നെ ഹുദൈബിയ സന്ധിയിലെ കരാർ ലംഘനെ കുറിച്ച് ശുക്ർ വരിക്കോടൻ എന്തോ ഒരു പരാമർശം കൂടി നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, അതല്ലെങ്കിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. എന്തായിരുന്നു ഹുദൈബിയ സന്ധിയുടെ ലംഘനങ്ങളുടെ തുടക്കം എന്ന് ഞാൻ പറയാം. മാത്രമല്ല അതിനെ തുടർന്നാണ് ബനു ഖുസാ ഗോത്രത്തിനെ ബനു ബക്കർ ഗോത്രം അതിന്റെ അവസാനത്തെ ഒരു ട്രിഗർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഏകദേശം 15ഓളം ആളുകളെ കൊന്നു എന്ന്, അതുപോലെ തന്നെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോവുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വീണ്ടും നടത്തുകയാണ്. ഇങ്ങനെ അതായത് സമാധാനപൂർവ്വം ജീവിക്കാനുള്ള ഒരു കരാർ നിലനിൽക്കുകയും ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഇവർ വീണ്ടും ആക്രമണങ്ങൾ നടത്തുക, അതിക്രമണങ്ങൾ നടത്തുക, പതിയിരുന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുക, ഇത് സ്ഥിരമായപ്പോൾ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ സൂറത്തു തൗബ അവതരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തു തൗബയുടെ ഇപ്പൊ മനുമോലുടെയോ അല്ലെങ്കിൽ മഖ്ദൂമിയുടെയോ ഒന്നും പരിഭാഷ വായിക്കണമെന്നില്ല. ഈ തൗബ എന്താണ് അല്ലെങ്കിൽ ആ ആയത്തുകൾ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും, അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇദ്ദേഹം പറയുന്നത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അതാണ് പെട്ടെന്നുണ്ടായ ഒരു ട്രിഗർ എന്നാണ്. ആ ട്രിഗർ തക്കം പാർത്തിരിക്കുകയായിരുന്നു മുഹമ്മദിന് മക്കക്കാർ സന്ധി ലംഘിച്ചു എന്ന് ആരോപിക്കാനുള്ള ഒരു അവസരമില്ലാതെ ആ അവസരത്തിന് പതുങ്ങിയിരിക്കുകയായിരുന്നു മുഹമ്മദും സംഘവും. നിങ്ങൾക്കറിയോ, ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷം മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അത് പിന്നെ ശുക്ർ വരിക്കോടൻ പറയുമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് മുഹമ്മദിന്റെയും സംഘത്തിന്റെയും ആളുകൾക്കെതിരെ മക്ക ഖുറൈശികൾ മക്കം ഫത്ഹിന് ശേഷവും നിരന്തരമായ അക്രമങ്ങൾ നടത്തുകയും അവരെ പതിയിരുന്ന് ആക്രമിക്കുകയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചെടുക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ശുദ്ധമായ അസംബന്ധം. ഇതൊക്കെ ആരാ ചെയ്തിരുന്നത്? എന്താണ് മുഹമ്മദിൽ റോള് വഹിച്ചിരുന്നത്? ഹുദൈബിയ സന്ധിയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദിന്റെ അടുത്ത് ഖുറൈശികൾ വന്ന് രക്തബന്ധത്തിന്റെ പേര് പറഞ്ഞ് മുഹമ്മദിനോട് അഭ്യർത്ഥിക്കുന്ന രംഗം ആരുടെ സന്ധി ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടാ? അബ്ദുള്ള അബ്ബാസിൽ പറയണം, വിശദീകരിക്കണം. ഹുദൈബിയ സന്ധി കിടന്ന് കുഴച്ചു മറിയാണ്. അപ്പൊ നമ്മൾ ഹുദൈബിയ സന്ധി വിശദീകരിക്കും. അപ്പൊ അതിന് എന്തെങ്കിലും പിടിച്ച് മറുപടി പറയാൻ ശ്രമിക്കാം. പക്ഷേ നമ്മളുടെ പോയിന്റ്, നമ്മൾ പിൻ പോയിന്റ് നിർത്തുകയാണ്. എന്താണ്? സൂറത്തു തൗബ ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്കം ഫത്ഹിനു ശേഷം ഇങ്ങനെ അക്രമങ്ങളും കൊള്ളയും ഒക്കെ ആയിട്ട് മക്ക മുശ്രിക്കുകൾ ഇസ്ലാമിനെതിരെ വീണ്ടും വീണ്ടും അക്രമം പ്രവർത്തിച്ചപ്പോൾ അവതരിപ്പിച്ചതാണ് സൂറത്തു തൗബ എന്ന പച്ചക്കള്ളമാണ് അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ പറഞ്ഞത്. ശുദ്ധമായ നുണ, പച്ചക്കള്ളം. ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നല്ലേ, അബ്ദുള്ള അബ്ബാസിൽ തരും റെഫറൻസ്. അപ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കരാറിന്റെ ഒരു സാഹചര്യം, ആ കരാറിന്റെ സാഹചര്യം പറഞ്ഞുകൊണ്ട് ആ കരാറിൽ നിന്നുള്ള ഒരു വിടുതലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ. അതായത് ബറഅതു മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു ബാധ്യത ഒഴിവാകലാണ് ഇവിടെ, അതിന്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ഇലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ. ആളുകൾ ഏതാണ് കരാർ, അല്ലെങ്കിൽ കരാറുണ്ടോ, കരാറുണ്ടെന്നുള്ളത് എവിടെയാണ് തെളിവ്? ഒന്നാമത്തെ ആയത്താണ് തെളിവ്. മുശ്രിക്കുകൾ അതായത് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാറ് നടത്തിയിട്ടുള്ളവരോട് കരാറിന്റെ പേരില്ല, ഏതാണ് കരാർ അല്ലെ? അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാണ് കരാർ അല്ലെ? കരാറിന്റെ പേര് നിങ്ങളിപ്പോ പറഞ്ഞ കരാറിന്റെ പേരുണ്ട് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധിയും സൂറത്തു തൗബയിലെ 5-ാം വചനവും തമ്മിൽ എന്ത് ബന്ധം അബ്ദുള്ള അബ്ബാസിലെ? അതല്ലേ നിങ്ങൾ കിണിപ്പിച്ചു തരുന്നത്? അല്ലാതെ അവരിരുന്ന് കിണിച്ചാൽ മതിയോ?
ഇത് കണക്ട് ചെയ്യേ. സൂറത്തു തൗബയിലെ 5-ാം വചനവും ഹുദൈബിയ സന്ധിയും കണക്ട് ചെയ്യാൻ അബ്ദുള്ള അബ്ബാസിലിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്? എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? ഇവർ ഈ പറയുന്നുണ്ടല്ലോ, 2 ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന ഈ കഥയുടെ പേര് പറഞ്ഞാണ് ഹുദൈബിയ സന്ധി അവസാനിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് മക്കയെ 10,000-ഓളം വരുന്ന സൈന്യവുമായിട്ട് നേരിട്ട് പോയി വളഞ്ഞക്രമിക്കുന്നത്. അക്രമത്തിന് മുതിരുന്നു, അവർ കീഴൊതുങ്ങുന്നു. കീഴൊതുങ്ങാൻ തീരുമാനിക്കുമ്പോഴും 17 പേരെ കൊന്നുകളയണം എന്ന് ഉത്തരവിടുന്നു. ഹുദൈബിയ സന്ധിയുടെ ലംഘനം ആരോപിച്ചുകൊണ്ട് മുഹമ്മദ് ഈ ചെയ്ത്ത് ചെയ്യുന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയോ? ഹുദൈബിയ സന്ധി അനുസരിച്ച് മുഹമ്മദും സംഘവും തിരിച്ചു പോകുന്നു. തിരിച്ചു പോയതിന് ശേഷം മുഹമ്മദും സംഘവും തൊട്ടടുത്ത വർഷം ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി വരുന്നു. ഉംറയ്ക്ക് വരുന്ന സമയത്ത് മുഹമ്മദിനോടുള്ളായിരുന്ന കരാറ് പാലിച്ചുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ വീടുകൾ വിട്ട് അവർ കുന്നിൻ മുകളിൽ ടെന്റുകളിലേക്ക് താമസം മാറുന്നു. 3 ദിവസം ഇവരുടെ തീർത്ഥാടന ആവശ്യത്തിന് വേണ്ടി മക്ക നഗരവും കഅബവും അതിന് ചുറ്റുമുള്ള പ്രദേശവും ഒഴിഞ്ഞുകൊടുക്കും എന്നതായിരുന്നു കരാറ്. പരസ്പരം ആക്രമിക്കില്ല എന്നതായിരുന്നു കരാറ്. അതിനുശേഷം മുഹമ്മദ് സംഘവും വരികയും 3 മാസം മക്കയിൽ താമസിക്കുകയും അവിടുന്ന് പെണ്ണും കെട്ടിയിട്ട് ആണ് മുഹമ്മദ് തിരിച്ചു പോകുന്നത്. ആ മക്കക്കാരുടെ അടുത്ത് കല്യാണവും കഴിച്ചിട്ടാണ് മുഹമ്മദ് തിരിച്ചു പോകുന്നത്. കല്യാണം കഴിച്ചിട്ട് 3 ദിവസമായി, 3-ാം ദിവസം കല്യാണം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഖുറൈശികളിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു, അല്ല ഞാനിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ചതല്ലേ, ആദ്യ രാത്രിയൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ ഒന്ന് അറയൊക്കെ കൂടി നിങ്ങൾക്ക് നല്ലൊരു വിരുന്നൊക്കെ തന്നിട്ട് 2 ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ എന്ന് മുഹമ്മദ് ചോദിച്ചു. മക്കക്കാര് പറഞ്ഞു, വിട് വണ്ടി പോനെ, 3 ദിവസത്തെ കരാർ അനുസരിച്ച് 3 ദിവസം കഴിഞ്ഞു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് മുഹമ്മദ് തിരിച്ചു പോവുകയും മക്കക്കാരുടെ വിശ്വാസം ആർജിക്കുകയും മുഹമ്മദിന്റെയും സംഘത്തിന്റെയും സംഘബലവും അവരുടെ ഒത്തൊരുമയും അവരുടെ ശേഷിയും ഒക്കെ മക്കക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും സൈനികാഭ്യാസത്തിന് സമാനമായ ഒരു ഉംറ കഴിഞ്ഞ് തിരിച്ചുപോയി. അതുവരെ ഇവർ സന്ധി ലംഘിച്ചിട്ടില്ല എന്നർത്ഥം. സന്ധി ലംഘിച്ചവരടുത്ത് മുഹമ്മദ് സൗമ്യമായി വന്ന് ഹജ്ജും ചെയ്ത് പെണ്ണും കെട്ടി പിന്നെ വിരുന്നും അവർക്ക് സൽക്കാരവും കൊടുക്കാം എന്ന് ഓഫർ കൊടുക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഘട്ടം വരെ ഹുദൈബിയ സന്ധി അവർ ലംഘിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇതിനു മുൻപ് നടന്നൊരു സംഭവം പറയട്ടെ. ഹുദൈബിയ സന്ധി എഴുതിയതിനു ശേഷം സന്ധി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാള്, അതായത് ഇവരുടെ കരാർ അനുസരിച്ച് മുഹമ്മദിന്റെ അടുക്കലേക്ക് മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു പോയാൽ ആ വ്യക്തിയെ അവർ തിരിച്ചയക്കണം. അതേ സമയത്ത് മുഹമ്മദിന്റെ അടുത്ത് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ പിന്നെ ഇവരെ തിരിച്ചയക്കുകയും ചെയ്യില്ല. ഇതാണ് മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായ കരാർ എന്ന് പറയുന്നത്. ഈ കരാറ് മുഹമ്മദ് അംഗീകരിക്കുമ്പോഴാണ് ഉമറിന് ദേഷ്യം പഠിക്കുന്നത്. ഉമർ ചോദിക്കുന്നത്, അല്ല ഇങ്ങനെ ശരിക്കും അള്ളാഹിന്റെ പ്രവാചകനാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം ആശ്ലേഷിച്ചു എന്ന് പറയുന്ന ഈ കരാർ എഴുതിയ ഉടൻ അവര് ഹുദൈബിയയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് മക്കയിൽ നിന്നുള്ള ഒരാൾ കടന്നു വരുന്നു. അയാൾ പറയുന്നു, ഞാൻ മുസ്ലിമാണ്, എനിക്ക് മുഹമ്മദിന്റെ കൂടെ പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ അവകാശികൾ വന്നു. കരാർ അനുസരിച്ചിട്ട് മുഹമ്മദിന് അയാളെ തിരിച്ച് മക്കക്കാർക്ക് തന്നെ കൈമാറേണ്ടി വന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഉമറിന് പിന്നെയും ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അല്ല ശരിക്കും ഇയാൾ മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാണോ? അപ്പൊ മുഹമ്മദ് പറഞ്ഞത്, കരാർ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കരാറുള്ളതാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ആ മുഹമ്മദ് ഭയങ്കര മാന്യനാണ് എന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അബൂ ബസീറിന്റെ ഒരു കഥ ഇസ്ലാമിക ചരിത്രങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹദീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധി അനുസരിച്ച് അബൂ ബസീർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് ചെന്നു. മക്കയിൽ നിന്ന് അബൂ ബസീറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ നിന്നുള്ള 2 ആളുകളും ഒരടിമയും മുഹമ്മദിന്റെ അടുത്ത് ചെന്നു ആവശ്യം പറഞ്ഞു. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, സന്ധി ഉള്ളതാണ്, നീ തിരിച്ചു പോകണം അബൂ ബസീർ എന്ന് പറഞ്ഞു. അബൂ ബസീറിനെയും കൊണ്ട് ഇവർ 3 പേരും തിരിച്ചുപോയി. തിരിച്ചു പോകുന്ന വഴിയിൽ ഈ ചങ്ങാതി അബൂ ബസീർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളോട് പറഞ്ഞു, അല്ല എൻ്റെ വാള് നല്ല വാളാണല്ലോ, കാണാൻ നല്ല ചേലാണല്ലോ, ആ വാൾ അങ്ങോട്ട് തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ വാള് ഇവനെ വിശ്വസിച്ച് ആ വാള് പരിശോധനയ്ക്ക് കൊടുത്ത
തന്റെ ഗോത്രക്കാരന്റെ കഴുത്ത് വെട്ടി. മുഹമ്മദിന്റെ അനുയായിയായി മക്കയിൽ നിന്ന് വന്നയാള്. ഇത് കണ്ട് ഈ അടിമ മുഹമ്മദിന്റെ അടുത്തേക്ക് ഓടി. ഈ ചങ്ങാതിയും പുറകെ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ഭയങ്കര സംതൃപ്തനായി. അപ്പൊ ഇയാൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ, നിങ്ങൾ കരാർ അനുസരിച്ച് എന്നെ തിരിച്ചു പറഞ്ഞയച്ചു. പിന്നുള്ളത് ഞാനും എൻ്റെ പഠിച്ചവനും തമ്മിലുള്ളതാണ്. മുഹമ്മദ് നബിക്ക് ഭയങ്കര സന്തോഷം. മുഹമ്മദ് നബി ഹുദൈബിയ സന്ധി ലംഘിച്ച കഥയാണ് ഈ പറയുന്നത്. ഹുദൈബിയ വിശദീകരിക്കുമ്പോൾ വിശദമായിട്ട് ഈ ഭാഗം പറയാം. അബൂ ബസീർ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാളുടെ ചതിപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തി മുഹമ്മദിന്റെ അടുത്ത് തിരിച്ചു വന്നപ്പോ മുഹമ്മദ് അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞത്. അബൂ ബസീറിൽ അദ്ദേഹത്തിന് ഭയങ്കര മതിപ്പുണ്ടായി. ടെക്നിക്കലി കരാർ മുഹമ്മദ് പൂർത്തീകരിച്ചു എന്നാണ് വാദം. എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് അബൂ ബസീർ എന്ന് പറയുന്ന ഈ ചങ്ങാതി മക്കക്കാര് കച്ചവടത്തിന്റെ ആവശ്യാർത്ഥം കച്ചവട സംഘങ്ങൾ യാത്ര പോകുന്ന ഈസ് എന്ന് പറയുന്ന ഒരു തീരദേശത്തടുത്തേക്ക് പോയി. ഇദ്ദേഹം ഇങ്ങനെ അബൂ ബസീർ അവിടെ വന്നിട്ടുണ്ട് എന്നും അബൂ ബസീർ അവിടെ ചെന്നിട്ടുണ്ട് എന്നും മുഹമ്മദ് അബൂ ബസീർ ചെയ്ത ഈ ചതിക്കൊലയിൽ വളരെയധികം സന്തുഷ്ടനായി എന്നും അറിഞ്ഞ മക്കയിലുണ്ടായിരുന്ന ഏതാനും മുസ്ലിങ്ങൾ, 70ഓളം മുസ്ലിങ്ങൾ എന്നാണ്. 70ഓളം ഇസ്ലാം മതം സ്വീകരിച്ചയാൾ മക്കയിലുണ്ടായിരുന്ന 70ഓളം മുസ്ലിങ്ങൾ ഈ പറയപ്പെടുന്ന അബൂ ബസീറിന്റെ സംഘത്തോടൊപ്പം ചേർന്നു. എന്നിട്ട് അതുവഴി കടന്നുപോയ ഒരു ഖുറൈശിയെ പോലും കൊല്ലാതെ വിട്ടിട്ടില്ല എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് സന്ധി പ്രകാരം തിരിച്ചയക്കേണ്ടയാളെ തിരിച്ചയച്ചു എന്ന ഒരു ടെക്നിക്കാലിറ്റി പറഞ്ഞ് പാതി വഴിയിൽ തിരിച്ചു കൊണ്ടുപോകാൻ വന്നയാളെ ചതിച്ചു കൊന്ന് തിരിച്ചു വന്ന അനുചരനോട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തതിനു ശേഷം മക്കക്കാർ കച്ചവട ആവശ്യാർത്ഥം യാത്ര നടത്തിയിരുന്ന ആ വഴിക്കരികിലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഈ കച്ചവട ആവശ്യാർത്ഥം യാത്ര പോകുന്ന ഈ ബഹുദൈവ വിശ്വാസികളെ കൊള്ള ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗുണ്ടാ സംഘമായി, ഒരു കൊള്ള സംഘമായി ഈ അബൂ ബസീറും സംഘവും 70 അംഗ സംഘവും അവിടെ വിരാജിച്ചു എന്ന് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? ആരാ ഹുദൈബിയ സന്ധി ലംഘിച്ചത്? ഇത് ഹുദൈബിയ സന്ധിയുടെ ലംഘനമാണോ? ഈ പരിപാടി കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് പെണ്ണ് കെട്ടാൻ വേണ്ടി, ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വീണ്ടും പോകുന്നതും അവരവിടെ സൽക്കരിച്ചിരുത്തുന്നതും നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അവരെ വിശ്വാസം ആർജിച്ചതിന് ശേഷം, മുഹമ്മദ് ആക്രമിക്കില്ല എന്നൊരു വിശ്വാസം മക്കക്കാരിൽ ഉണ്ടാക്കിയതിനു ശേഷം 3-ാം മാസത്തിൽ മുഹമ്മദ് 10,000 വരുന്ന ആളുകളുമായിട്ടാണ് മക്കയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആരോടാണ് ഇവർ ഹുദൈബിയയുടെ വീരസ്യം പറയുന്നത്? അപ്പൊ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് തുടക്കം മുതൽ ലംഘിച്ചത് അള്ളയും നബിയും നബിയുടെ അനുചരന്മാരുമാണ് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി കിടക്കുന്നു. അവസാനം കച്ചവട ആവശ്യാർത്ഥം ഇറങ്ങി നടക്കാൻ പറ്റാതെ മുഹമ്മദിന്റെ ഈ ഭീഷണിയും ഭീകരതയും കൊണ്ട് പൊറുതിമുട്ടി അവർ താങ്കളുടെ ആ ഹുദൈബിയയിൽ നിന്ന് ഖുറൈശികൾക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന കരാറ് പിൻവലിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം, രക്തബന്ധമോർത്ത് മുഹമ്മദ് കനിയണം എന്ന് പറഞ്ഞിട്ട് ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട് മുഹമ്മദിന്റെ സന്നിധിയിലേക്ക്. നിങ്ങൾ ആരെയാണ് ഈ പുട്ടിയടിക്കാൻ നോക്കുന്നത്? സ്വന്തം നിലക്കും സഹസംഘങ്ങളായിട്ടും കൊള്ളക്കാരെ വിന്യസിച്ച ഒരു കൊള്ളത്തലവന്റെ ഈ ദുർവൃത്തികളെയാണോ നിങ്ങൾ പുട്ടിയടിക്കാൻ നോക്കുന്നത്? അത് ഹദീസ് എടുത്ത് വായിക്കുന്ന എന്നെയാണോ നിങ്ങൾ നുണയനാക്കാൻ നോക്കുന്നത്? ഹുദൈബിയ സന്ധിയും ഇനി ഈ സന്ധി ലംഘിച്ചു എന്നതിന്റെ പേരിലാണല്ലോ മക്കം ഫത്ഹ് നടന്നു എന്ന് പറയുന്നത്. മക്കം ഫത്ഹ് കഴിഞ്ഞു. മക്കം ഫത്ഹും കഴിഞ്ഞ് അബൂ സുഫിയാൻ ഇസ്ലാമായി, പൊതുമാപ്പ് പ്രഖ്യാപിച്ചു, കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചോടച്ചു, കഅബയ്ക്ക് പരിസരത്തുണ്ടായിരുന്ന മറ്റു വിഗ്രഹാരാധനാ കേന്ദ്രങ്ങളെ തകർക്കാൻ ആളെ പറഞ്ഞയച്ചു. മുഹമ്മദ് കഅബ കൈയടക്കി, താക്കോല് പിടിച്ചെടുത്തു. മക്കയുടെ അധികാരം പൂർണ്ണമായി മുഹമ്മദിന്റെ കയ്യിൽ വന്നു. അങ്ങനെ മുഹമ്മദിനെ ഭയപ്പെട്ട് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന മനുഷ്യർ
അവരിൽ നിന്നുള്ള 2000 സൈന്യം ഉൾപ്പെടെ മക്കം ഫത്ഹിന് വന്ന 10,000+ മക്കയിൽ നിന്ന് അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച 2000 ചേർത്ത് 12,000 സൈന്യം ആളടങ്ങുന്ന സൈന്യം ഹുനൈനിലേക്ക് പോയില്ലേ? അബൂ സുഫിയാൻ ആ യുദ്ധത്തിൽ അനുഗമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഹുദൈബിയയുടെ കഥ അവിടെ കഴിഞ്ഞു. മക്കം ഫത്ഹോടുകൂടി ഹുദൈബിയയുടെ കഥ അവസാനിച്ചു. ഈ ഹുദൈബിയനെ പിന്നെയും 1 വർഷം കഴിഞ്ഞിട്ടുള്ള 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ചതിപ്രയോഗത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നത്? അബ്ദുള്ള അബ്ബാസിലെ, നിങ്ങളതൊന്ന് കണക്ട് ചെയ്ത് തരി, ഞാൻ കാണട്ടെ. അമാനിമൂലിയുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ സൂറത്ത് മുഴുവനും അല്ലെങ്കിൽ മിക്ക ഭാഗവും ഹിജ്റ 9-ാം കൊല്ലത്തിൽ തബൂക്ക് യുദ്ധകാലത്തും അതിനുശേഷവുമായി അവതരിച്ചതാകുന്നു. തബൂക്ക് യുദ്ധത്തിന്റെ കാലഘട്ടത്തിലും അതിനുശേഷവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവതരിക്കുന്നത്. ആദ്യത്തെ ഏതാനും വചനങ്ങൾ തിരുമേനി യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു അവതരിച്ചതെന്ന് പലതും പറയുന്നു. എന്ന രൂപത്തിൽ ആ തബൂക്ക് യുദ്ധത്തിന് ശേഷമുള്ള ആ ഒരു സാഹചര്യം പറയുകയാണ്. അപ്പോ ഇദ്ദേഹം വായിച്ചു, പശ്ചാത്തലം വായിച്ചു. നമുക്കും വായിക്കാം പശ്ചാത്തലം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇദ്ദേഹം വായിച്ച ഭാഗം നമുക്ക് വായിക്കാം, ഇദ്ദേഹം വായിക്കാത്ത ഭാഗവും നമുക്ക് വായിക്കാം. ഇതാണ് അദ്ദേഹം അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് വായിച്ച ഭാഗം. ശരിയാണ്, താഴെ വിവരിക്കുന്ന പ്രകാരം ഇങ്ങനെ ഈ സന്ദർഭത്തിലാണ്. പക്ഷെ അവിടെ അദ്ദേഹം വായിക്കാതെ വിടുന്ന വേറൊരു സാധനമുണ്ട്. താഴെ വിവരിക്കുന്ന പ്രകാരം ആ വചനങ്ങളിൽ അടങ്ങിയ കൽപ്പനകൾ വിളംബരപ്പെടുത്തുവാൻ മക്കയിലേക്ക് തിരുമേനി ആളെ അയക്കുകയായിരുന്നു എന്ന്. അതായത് മുഹമ്മദ് നബി മക്കയിലല്ല, മുഹമ്മദും സംഘവും മക്കയിൽ യുദ്ധത്തിന് പോയിട്ടില്ല, മക്കക്കാരുമായിട്ട് അവിടെ ഒരു യുദ്ധം നടക്കുന്നില്ല, യുദ്ധസന്ദർഭം അല്ല എന്നർത്ഥം. ആ യുദ്ധസന്ദർഭത്തിൽ അല്ലാതിരിക്കുന്ന സമയത്ത് മുഹമ്മദ് തബൂക്ക് പര്യടനം കഴിഞ്ഞ്, തബൂക്ക് യുദ്ധം എന്നൊക്കെ കനത്തി പറയല്ലേ ബാസിലെ, തബൂക്ക് പര്യടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. എന്തോരം കള്ളത്തരങ്ങളാ പറഞ്ഞു കൂട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ തഫ്ഹീമിന്റെ ആമുഖത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട്, തഫ്ഹീമുൽ ഖുർആനിന്റെ ആമുഖത്തിൽ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആളെ പറഞ്ഞയച്ചത്? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. അതായത് ഈ പ്രഖ്യാപനം നടത്തുന്നതിന്റെ കാരണം സൂറത്തു തൗബയിലെ ഇദ്ദേഹം തന്നെ പറഞ്ഞ 9-ാം വർഷം എന്നൊക്കെ പറയുന്നത് ഹുദൈബിയ സന്ധിയും കഴിഞ്ഞ് മക്കം മുഹമ്മദിന്റെ ഉംറയും കല്യാണവും കഴിഞ്ഞ് അതിനെ തുടർന്നുണ്ടാകുന്ന മക്കം ഫത്ഹും കഴിഞ്ഞ് മക്കക്കാർക്കൊക്കെ പൊതുമാക്കും കൊടുത്ത് കഅബയും കൈയടക്കി മക്കക്കാരെയൊക്കെ മുഹമ്മദിന്റെ നിയന്ത്രണത്തിലാക്കിയതിനു ശേഷം തബൂക്കിലേക്ക് പര്യടനം നടത്തി തിരിച്ചു വരുന്ന സമയത്ത്, അതായത് ഹുനൈനും കഴിഞ്ഞിട്ട് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചുപോയി. അവിടെ നിന്ന് മക്കയിൽ നിന്ന് മുഹമ്മദും സംഘവും തബൂക്ക് യാത്ര പോകുന്നു. ആ തബൂക്ക് യാത്രയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണോ തബൂക്ക് യാത്രാവേളയിലാണോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. ഹുദൈബിയ സന്ധി ലംഘനവും ഈ പ്രഖ്യാപനത്തിന് ആളെ പറഞ്ഞയക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അമാനി മൗലവിന്റെ തന്നെ തഫ്സീറിലുണ്ട്. തഫീമുൽ ഖുർആനിൽ നിന്നാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് വായിച്ചു തരാം. തഫീമുൽ ഖുർആനിൽ അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അറേബ്യയുടെ ഏകദേശം 1/3 ഭാഗം ഇസ്ലാമിന് അധീനമായി. ഒരു സംഘടിത സമൂഹത്തിന്റെ മതമായും ഒരു സമ്പൂർണ്ണ നാഗരിക സാംസ്കാരിക വ്യവസ്ഥിതിയായും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമായും അത് വളർന്നു. ഹുദൈബിയ സന്ധിക്കു ശേഷം ഇസ്ലാമിന് അതിന്റെ സ്വാധീനം താരതമ്യേന കൂടുതൽ സമാധാനപരമായ ചുറ്റുപാടിൽ നാനാഭാഗത്തും വികസിപ്പിക്കാനുള്ള അവസരം കൈവന്നു. അപ്പൊ എന്താ, ഈ ഹുദൈബിയ സന്ധിയിലൂടെ ചതിച്ച് മക്കക്കാരെ കീഴ്പ്പെടുത്തി അറേബ്യൻ ഉപഭൂഖണ്ഡം ഏകദേശം എല്ലാം തീരുമാനമായി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ തബൂക്കിലേക്കും ബൈസന്റൈനിലേക്കും ഒക്കെ ആളുകളെ പറഞ്ഞയക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് പേർഷ്യയും പിന്നെ റോമും സിറിയയും ഒക്കെ മുഹമ്മദിന്റെ സ്വപ്നങ്ങളിൽ ഇതൾ വിരിക്കുന്നത്.
ഈ ഹുദൈബിയ സന്ധിയും കഴിഞ്ഞ് മക്കം ഫതഹും കഴിഞ്ഞ് മദീനയിൽ തിരിച്ചു വന്ന മുഹമ്മദ് പിന്നെ ചെയ്യുന്നത് ദൂരദേശങ്ങളിലുള്ള രാജാക്കന്മാർക്ക് കത്തെഴുതുകയാണ്. ആ കത്തിന്റെ കോപ്പികൾ സീറകളിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. എന്താ കത്തിന്റെ ആധാരം, എന്താ കത്തിന്റെ ഉള്ളടക്കം? ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള എഴുത്താണ്. ഈ കത്ത് കിട്ടിയാൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം. ഇസ്ലാമിന്റെ പരമാധികാരത്തെ അംഗീകരിച്ച് നിങ്ങളുടെ രാഷ്ട്രം ഇസ്ലാമിന് കീഴൊതുങ്ങണം. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രജകൾ ചെയ്യുന്ന അനിസ്ലാമിക പ്രവർത്തികൾക്ക് നിങ്ങൾ കുറ്റക്കാരനായിരിക്കും, ഷിർക്കിന് കുറ്റക്കാരായിരിക്കും. എന്ന് മാത്രവുമല്ല, ഞാനും എൻ്റെ സൈന്യവും നിങ്ങളെ നേരിടും. ഭീഷണിപ്പെടുത്തി കത്തെഴുതും. കൊല രാജാക്കന്മാര് പേടിക്കും. ചില രാജാക്കന്മാര് തിരിച്ച് മറുപടി അയക്കൂല. ചില രാജാക്കന്മാര് കന്യകകളായ അടിമകളെ കൂടി പാക്ക് ചെയ്തിട്ട് മുഹമ്മദിന് വേണ്ട സമ്മാനങ്ങൾ തൗഹീദിന് പകരം കൊടുത്തയക്കും. അങ്ങനെ കത്തയച്ചിട്ട് മുഖൗക്കിസ് രാജാവിന് കത്തയച്ചപ്പോ പകരം കൊടുത്തുവിട്ട സമ്മാനപ്പൊതിയിൽ ഒരാളായിരുന്നു മുഹമ്മദിന്റെ അടിമ സ്ത്രീയായിരുന്ന, മുഹമ്മദിന് ആൺകുട്ടിയായിട്ട് ഇബ്രാഹിം ജനിച്ച, ഹഫ്സയുടെ വിരിപ്പിൽ തേൻ നുകർന്ന മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീ. തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രാജാവിന് കത്തെഴുതിയപ്പോ അത് നിരസിച്ചുകൊണ്ട് രാജാവ് മുഹമ്മദിന് തിരിച്ചു കൊടുത്തയച്ച കത്തിന്റെ മറുപടിയായിരുന്നു മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീ. 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ മുഹമ്മദ് സ്വന്തമാക്കി വെക്കുകയും മറ്റൊരു സ്ത്രീയെ മുഹമ്മദ് ഇഷ്ടക്കാരന് സമ്മാനം കൊടുക്കുകയും ചെയ്തു എന്നാണ്. ഇക്കഥകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് തബൂക്കിന്റെ ഈ പശ്ചാത്തലത്തിലാണ് തബൂക്കിലെ യാത്രയും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് എന്താണ് അമാനി മൗലവി ഈ കാര്യത്തിൽ വിശദീകരണം തന്നിട്ടുള്ളത്? നിങ്ങൾ നോക്ക്. ആ വിളംബരം നടത്താൻ ഒരു കാരണമുണ്ടല്ലോ. അമാനി മൗലവി ആ കാരണം വിശദീകരിക്കുന്നത് നിങ്ങൾ നോക്ക്. വിളംബരം നടത്താൻ ഹജ്ജിന്റെ സമയമാണ് ഏറ്റവും അനുയോജ്യം. കാരണം എന്താ വെച്ചാൽ പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ഈ വിളംബരം അള്ളാഹുവിൽ നിന്നാണെങ്കിലോ നടപ്പിലാക്കേണ്ടത് മുഹമ്മദാണല്ലോ. ഇനി എന്തായിരുന്നു സൂറത്തു തൗബയിലെ ഈ വചനങ്ങൾ ഇറങ്ങാനുണ്ടായ കാരണം, റീസൺ? അമാനി മൗലവിയിൽ നിന്ന് അബ്ദുള്ള അബ്ബാസിൽ കാണിക്കാൻ മടിക്കുന്ന ഭാഗമാണ് ഞാനിപ്പോ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിന്റെ മധ്യഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഹിജ്റ 9-ാം കൊല്ലം തബൂക്ക് യുദ്ധം കഴിഞ്ഞ്, യുദ്ധം എന്നൊക്കെയാണ് എഴുതി വെക്കാണ്, യുദ്ധം കഴിഞ്ഞു വന്ന ശേഷം നബിക്ക് ഹജ്ജിന് മക്കയിൽ പോകുവാൻ ആഗ്രഹിച്ചു. പക്ഷേ മുശ്രിക്കുകളും ഹജ്ജിൽ പങ്കെടുക്കും ആയിരുന്നത് കൊണ്ട് തിരുമേനി പോകാതിരിക്കുകയാണുണ്ടായത്. അക്കൊല്ലം ഹജ്ജിന്റെ അമീറായി അബൂബക്കറിനെ പറഞ്ഞയച്ചു. 100 കണക്കിന് മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം ചേർന്നു. അബൂബക്കർ പുറപ്പെട്ടു പോയതിനു ശേഷം ഈ വചനങ്ങൾ ഹജ്ജിൽ വിളംബരപ്പെടുത്തുവാൻ പിന്നാലെ അലിയെയും നബി അയക്കുകയാണുണ്ടായത്. എനിക്ക് വേണ്ടി വിളംബരം നടത്തുന്ന ആൾ എൻ്റെ കുടുംബത്തിൽ ഒരാളായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അദ്ദേഹത്തെ ഹജ്ജിന് മഹാസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറ്റു ചിലരും കൂടി അക്കൊല്ലത്തെ ഹജ്ജിൽ മഹാസമ്മേളനത്തിൽ വെച്ച് ദുൽഹജ്ജ് മാസം 10-ന് ഈ സൂറത്തിന്റെ ആദ്യം മുതൽക്കുള്ള ഏതാനും വാചകങ്ങൾ 30-40 വാചകങ്ങൾ വിളംബരം ചെയ്തു. അതോടൊപ്പം അടുത്ത കൊല്ലം മുതൽ മുശ്രിക്കുകൾ ആരും കഅബത്തിങ്കൽ ഹജ്ജിന് വരരുത് എന്നും ആരും നഗ്നരായി തവാഫ് ചെയ്ത്. മെയിൻ സംഭവം എന്താ? ഏത് സന്ദർഭത്തിൽ അവതരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുഹമ്മദ് നബിക്ക് മക്കം ഫത്ഹൊക്കെ കഴിഞ്ഞ് തബൂക്കും കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകുമ്പോൾ മക്കം ഫത്ഹ് കഴിഞ്ഞെങ്കിലും മുഹമ്മദ് പൊതുമാപ്പൊക്കെ കൊടുത്തിരുന്നത് കൊണ്ടും അവരാരും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ടും നേരിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുസ്ലിങ്ങളും മുശ്രിക്കുകളും ഒരുമിച്ച് ചേർന്നുള്ള ഹജ്ജാണ് നടക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദിന് ഹജ്ജിന് പോകണം. മുഹമ്മദ് ഹജ്ജിന് പോകുന്നതിന് മുൻപ് മുസ്ലിങ്ങളല്ലാതെ ആരും മക്കയിൽ കഅബയെ സമീപിക്കരുത് എന്ന് മുഹമ്മദിന് ആഗ്രഹമുണ്ടായി. മുഹമ്മദിന്റെ ഫാസിസ്റ്റ് ചിന്തയുടെ സംസ്ഥാപനമാണ് അവിടെ നടക്കുന്നത്. ഏത് യുദ്ധം, ഏത് കരാറ്? ഹുദൈബിയ എവിടെ കിടക്കുന്നത്? സൂറത്തു തൗബയിൽ ഈ വചനം എവിടെ കിടക്കുന്നത്? സൂറത്തു തൗബയുടെ ആമുഖത്തിൽ ഈ വിഷയങ്ങൾ
അമാനി മൗലവിന്റെ തഫ്സീറിൽ ഉള്ളത് അബ്ദുള്ള അബ്ബാസിൽ കണ്ടില്ല എന്നാണോ? എന്ത് കാരണത്തിലാണ് ഈ ആയത്തിറങ്ങിയത്? ഏത് സാഹചര്യത്തിലാണ്, പശ്ചാത്തലത്തിലാണ്? ഇവിടെ എന്ത് കരാർ ലംഘനത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? കരാർ ലംഘനം ഉണ്ടായി എന്ന് പറയുന്നത് എവിടെയാ? ഹുദൈബിയ സന്ധിയുടെ കരാർ ലംഘനം പറഞ്ഞ് മക്കം ഫത്ഹിനെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് കരാറാണ് ഇവർ ലംഘിച്ചത്? കഴിഞ്ഞിട്ടില്ല. അബ്ദുള്ള അബ്ബാസിൽ മുറിച്ചു കാണിക്കുന്ന ഇതിൽ വളരെ വിശദമായിട്ട് ഇതിന്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കേണ്ട തഫ്ഹീമുൽ ഖുർആനിലെ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എന്റെ കണ്ണടയില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സൂറത്തു തൗബയുടെ വിശദീകരണം ഈ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അതില് അബുൽ അല മൗദൂദി എഴുതി വെക്കുന്ന കാര്യമാണ്. ആ മുഖക്കുറിപ്പിൽ പറഞ്ഞതുപോലെ 5-ാം ഖണ്ഡികയുടെ അന്ത്യം വരെയും ഈ പ്രഭാഷണം ഹിജ്റ 9-ാം വർഷത്തിൽ അബൂബക്കർ തിരുമേനി ഹജ്ജിന്, അത് നമ്മൾ പറഞ്ഞ ഈ സംഭവമാണ്, ഹാജിമാരുടെ പൊതുസമ്മേളനത്തിൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, ഈ വർഷത്തിന് ശേഷം മുശ്രിക്കുകൾ ആരും ഹജ്ജിന് പ്രവേശിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. ഇനി ഒരു മിനിറ്റാ, പ്രശ്നങ്ങളും ചോദ്യങ്ങളും എന്ന് അബുൽ അല മൗദൂദിയുടെ ഈ പുസ്തകത്തിലെ തൗബയുടെ വിശദീകരണത്തിൽ ആമുഖക്കുറിപ്പിൽ പ്രശ്നങ്ങളും പ്രതിപാദ്യങ്ങളും എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗം നിങ്ങൾ നോക്കൂ. ഈ ചരിത്ര പശ്ചാത്തലം മുമ്പിൽ വെക്കുമ്പോൾ അന്ന് നിലവിലിരുന്ന സൂറത്തു തൗബയിൽ പരാമർശിക്കപ്പെട്ടതുമായ സുപ്രധാനമായ പ്രശ്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തിട്ടപ്പെടുത്താവുന്നതാണ്. അറേബ്യയുടെ ഭരണ സംവിധാനം പൂർണ്ണമായും സത്യവിശ്വാസികളുടെ ഹസ്തങ്ങളിൽ അർപ്പിതമാവുകയും പ്രതികൂല ശക്തികളെല്ലാം, ശ്രദ്ധിക്കണേ, പ്രതികൂല ശക്തികളെല്ലാം നിഷ്ക്രിയമാവുകയും ചെയ്തതിനാൽ അറേബ്യയെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ഗേഹമാക്കുന്നതിനാവശ്യമായ നടപടി വ്യക്തമായി മുന്നിൽ വരേണ്ടതുണ്ടായിരുന്നു. ചുവടെ കൊടുക്കുന്ന വിധമാണ് അത് രൂപം കൊണ്ടത്. അറേബ്യയിൽ നിന്ന് ഷിർക്ക് വ്യവസ്ഥയുടെ പാടെ വിഭാടനം ചെയ്യപ്പെടണം. കാരണം ഇസ്ലാമിന്റെ കേന്ദ്രം എന്നേക്കും കളങ്കമറ്റ ഇസ്ലാമിക കേന്ദ്രമായി തന്നെ നിലകൊള്ളേണ്ടതുണ്ട്. മറ്റൊരു ഘടകവും അതിന്റെ ഇസ്ലാമിക സ്വഭാവത്തിൽ കളങ്കം ചാർത്തുകയോ വിപദ്ഘട്ടത്തിൽ ആഭ്യന്തര കുഴപ്പത്തിന് കളമൊരുക്കുകയോ ചെയ്യരുത്. ഈ ഉദ്ദേശാർത്ഥം മുശ്രിക്കുകളോട് വിമുക്തി പ്രഖ്യാപിക്കുവാനും അവരുമായി ഉടമ്പടികൾ അവസാനിച്ചതായുള്ള തീരുമാനം വിളംബരം നടത്തുകയുമായിരുന്നു എന്ന്. അതായത് മുഹമ്മദിന്റെ കേന്ദ്രമായി, ഇസ്ലാമിന്റെ കേന്ദ്രമായി മക്കയെ സമ്പൂർണമായ ഇസ്ലാമിക ആധിപത്യത്തിന് കീഴിൽ വന്നെങ്കിൽ പോലും അവിടെ ഇസ്ലാം അല്ലാത്തതൊന്നും അവശേഷിക്കാൻ പാടില്ല എന്ന മുഹമ്മദിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ചിന്തയുടെ സമ്പൂർത്തീകരണമായിരുന്നു ഈ സൂറത്തിന്റെ പശ്ചാത്തലം എന്ന് അബുൽ അല മൗദൂദി എഴുതി വച്ചിരിക്കുന്നു. കഅബയുടെ ഭരണ നിയന്ത്രണം വിശ്വാസികളുടെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഏകദൈവാരാധകർക്കായി മാത്രം പണിതുയർത്തപ്പെട്ട ആ പുണ്യഭവനത്തിൽ മുറക്ക് ശിർക്കും ബഹുദൈവാരാധനയും തുടരുന്നതും അതിന്റെ പരിപാലനം മുശ്രിക്കുകളുടെ കൈകളിലിരിക്കുന്നതും ഒട്ടും ആശ്വാസ്യമായിരുന്നില്ല. അതിനാൽ മേലിൽ കഅബ പരിപാലനം ഏകദൈവ വിശ്വാസികളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും ദൈവിക ഭവനത്തിന്റെ പരിസരത്തിൽ ഷിർക്കിന്റെയും ജാഹിലിയത്തിന്റെയും എല്ലാ ആചാരങ്ങളും ശക്തി ഉപയോഗിച്ച് തടയപ്പെടേണ്ടതാണെന്നും അനുശാസിക്കപ്പെട്ടു. മാത്രമല്ല ഇബ്രാഹിം പണിത ഈ പവിത്ര ഭവനം ഷിർക്ക് കൊണ്ട് പങ്കിലമാകാൻ ഒരു സാധ്യതയും അവശേഷിക്കാതിരിക്കണമെന്നതിനാൽ മേലാൽ മുശ്രിക്കുകൾ അതിനെ സമീപിക്കുന്നത് പോലും നിരോധിക്കപ്പെട്ടു. അറേബ്യയുടെ നാഗരിക ജീവിതത്തിൽ പഴഞ്ചൻ ജാഹിലിയ വിട്ടേച്ചു പോയ ആചാരാവശിഷ്ടങ്ങൾ പുതിയ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ തുടർന്നു പോകുന്നത് ഒട്ടും അഭികാമ്യമായിരുന്നില്ല. അതിനവരുടെ നിർമ്മാർജ്ജനത്തിനായി മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. ഇങ്ങനെ പോവാണ്. ഈ സൂറത്ത് തൗബയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ഫാസിസം കഅബയുടെ മുകളിൽ കൊടിനാട്ടുന്ന ചടങ്ങ് മാത്രമാണ് സുഹൃത്തുക്കളെ. ഇവർ ഈ പറയുന്ന ഒരു കരാറും ഹുദൈബിയ സന്ധിയൊന്നും ഇതിലേക്ക് എങ്ങനെ കൊണ്ടെന്ന് മുട്ടിച്ചാലും മുട്ടാത്ത സാധനമാണ്. എന്തിന്റെ കേടാണ് ഇവർക്കൊക്കെ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്കൊന്ന് സ്പീഡിൽ പോകേണ്ടതുണ്ട്.
എന്നിട്ട് അടുത്ത ആയത്ത്, ഇത് നമ്മൾ ആയത്ത് വായിച്ചാൽ തന്നെ ക്ലിയർ ആണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, തഫ്സീറുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. ഫസീഹു ഫിൽ അർള് എന്ന രണ്ടാമത്തെ ആയത്ത്, അതായത് ആകയാൽ ഹേ മുശ്രിക്കുകളെ നിങ്ങൾ 4 മാസം ഭൂമിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുവിൻ, നിങ്ങൾ അറിയുകയും ചെയ്യുവിൻ, നിങ്ങൾ അള്ളാഹുവിനെ അശക്തരാക്കുന്നതിൽ അള്ളാഹു അവിശ്വാസികളെ അപമാനപ്പെടുത്തുന്നവരാകുന്നു. അതായത് 4 മാസത്തെ ഒരു സാവധാനം അവർക്ക് കൊടുക്കുകയാണ്. ഈ പറഞ്ഞ കരാർ ലംഘനം നടത്തിക്കൊണ്ട് ആളുകളെ കൊല്ലുകയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാണ്, 4 മാസത്തെ സാവധാനം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത്. അതിന്റെ വിശദീകരണങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അമാനികളുടെ തഫ്സീറിൽ തന്നെ കാണാൻ സാധിക്കും. ഹിജ്റ 6-ാം കൊല്ലത്തിൽ മുശ്രിക്കുകളുമായി പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി നടന്നു. അപ്പൊ ഏതാണ് ആ സന്ധി, ഏതാണ് ആ കരാർ എന്നുള്ളതിന് ഉത്തരമാണ് ഹുദൈബിയ സന്ധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾ അടങ്ങിയതായിരുന്നു 10 കൊല്ലക്കാലം അവധി വെച്ചുകൊണ്ടുള്ള ആ സന്ധി. അവധിക്ക് മുമ്പേ തന്നെ മുശ്രിക്കുകളിൽ നിന്ന് സന്ധി ലംഘനം ഉണ്ടായി, അവരെന്ത് ചെയ്തു, കരാർ ലംഘിച്ചു. അതിനെ തുടർന്ന് ഹിജ്റ 8-ാം കൊല്ലത്തിൽ മക്ക വിജയത്തിനു ആ സന്ധി വഴിതെളിച്ചു. അതോടുകൂടി മുശ്രിക്കുകളുടെ കേന്ദ്രസ്ഥാനം അഥവാ മക്ക ഇസ്ലാമിന്റെ അധീനതയിൽ വരികയാണ്. ഇതാണ് ആ ഒരു സാഹചര്യം, ഇതാണ് ആ സന്ധി എന്നുള്ളത് അമാനി മൗലവി തഫ്സീറിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്, ഈ കരാർ ലംഘനം അവർ നടത്തിയത് കൊണ്ട് അവരോടുള്ള ഒരു വിളംബരമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആദ്യത്തെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, എന്നിട്ട് പിന്നെ അടുത്ത ഒരു ആയത്തിൽ നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 3-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അദാനു മിനല്ലാഹി വ റസൂലിഹി, അതായത് അള്ളാഹുവിനും നിന്നും അതുപോലെ തന്നെ അവന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു അറിയിപ്പുമാകുന്നു. ഇത് നേരത്തെ പറഞ്ഞ ഒരു അറിയിപ്പ് ആയിട്ട് ഒരു പ്രഖ്യാപനമായിട്ട് നടത്തുകയാണ്. ഈ മഹത്തായ ഹജ്ജിന്റെ ദിവസത്തിൽ മനുഷ്യരോട് അത് തന്നെ വിശദീകരിച്ച് നമുക്ക് പറയുന്നത്, ഹജ്ജിന്റെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ അറിയിപ്പ് ഉണ്ടാക്കി, അതായത് അറേബ്യൻ പെനിൻസുലയിലുള്ള എല്ലാവരിലേക്കും ഈ ഒരു പ്രഖ്യാപനം എത്തുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഹജ്ജിന്റെ സമയത്ത് തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ, ഈ വചനത്തിന്റെ ആരംഭത്തിലൊക്കെ ഹുദൈബിയ സന്ധി പരാമർശിച്ചു പോകുന്നു എന്നതുകൊണ്ട് സൂറത്തു തൗബയുടെ പശ്ചാത്തലം, സൂറത്തു തൗബ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മക്കക്കാരെ ഭയപ്പെട്ടുകൊണ്ട് മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്ത കഥ ഇതേ സൂറത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, 1-ാം വചനത്തിന്റെ അടിയിൽ. അപ്പൊ ഇത് പിന്നെ അഖബ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണെന്ന് പറയാൻ പറ്റുമോ? ശുദ്ധമായ കളവും തട്ടിപ്പും കോട്ടിമാട്ടലാണ് ഇവിടെ നടത്തുന്നത്. ഇതിലെ വലിയ കളവ്, ഇതിലേറ്റവും വലിയ കളവിലേക്ക് നമ്മൾ നേരിട്ട് പോവുകയാണ്. എനിക്ക് സമയക്കുറവ് മാത്രം കൊണ്ടാണ്, നമുക്ക് ആവശ്യമെങ്കിൽ ഇത് വീണ്ടും പരിശോധിക്കാം. ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഈ ഹുദൈബിയ സന്ധിയെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സന്ധിയുടെ ലംഘനത്തിന്റെ പേരും പറഞ്ഞ് മക്ക കീഴ്പ്പെടുത്തി അവിടെ മുഹമ്മദിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. കഅബയിലെ വിഗ്രഹങ്ങളെ തച്ചുടച്ചു, പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ വിഗ്രഹാരാധനാ കേന്ദ്രങ്ങളും തകർത്തു. പിന്നെ ആകെ അവിടെയുള്ളത് ഈ മുഹമ്മദ് പൊതുമാപ്പ് കൊടുത്തതിന്റെ പേരിൽ, മക്കം ഫത്ഹിന്റെ സമയത്ത് പൊതുമാപ്പ് കൊടുത്തതിന്റെ പേരിൽ കുറച്ച് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നിട്ടില്ലാത്ത ഏതാനും ചില മനുഷ്യർ മക്കയിലും മക്കയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നുണ്ട്. അവർ ഹജ്ജ് കാലത്ത് കഅബയെ സമീപിക്കും. ഇത് മാത്രമായിരുന്നു മുഹമ്മദിന്റെ പ്രശ്നം. അതുകൊണ്ട് മക്കയിലും കഅബയിലും അതിനു ചുറ്റും അമുസ്ലിങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന മുഹമ്മദിന്റെ ഫാസിസമാണ് ഈ ഖുർആൻ വചനത്തിന്റെ പശ്ചാത്തലം. വേറെ ഒരു കാര്യവുമില്ല. അമാനി മൗലവി കൃത്യമായിട്ട് പറഞ്ഞു, മുഹമ്മദ് ഹജ്ജിന് പോകണം, അപ്പൊ അവിടെ മുശ്രിക്കുകൾ വരും, അത് മുഹമ്മദ് നബിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആയത്തായിട്ട് അലീനെ പറഞ്ഞയച്ചു. എന്നിട്ട് പിറ്റേ കൊല്ലം മുഹമ്മദ് ഹജ്ജിന് പോയി. ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കിയൊക്കെ വെറുതെ കുഴച്ചു മറിച്ചിടാം എന്നല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോ എന്നിട്ട് അതിനുശേഷമാണ് 4-ാമത്തെ ആയത്ത്, ഇവർ പറയുന്ന 5-ാമത്തെ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ, അതായത് ആരൊഴിവാണ്, ഇല്ലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ, പക്ഷേ മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ കരാറ് നടത്തിയിട്ടുള്ളവരൊഴികെ. അപ്പോൾ കരാർ ലംഘനം നടത്താത്ത ആളുകൾ, അവരെ ഒഴിവാക്കുകയാണ് എന്ന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറയുന്നത്. എന്നിട്ടാണ് ഏതാണ് ആ കരാർ, എവിടെ കരാർ എന്ന് ചോദിക്കുന്നത്. ഏതാണ് കരാർ എന്ന് മാത്രമല്ല, മുശ്രിക്കുകളെ മുഴുവൻ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഈ സൂറത്ത് വെച്ചിട്ട് എങ്ങനെ പറയാൻ കഴിയും? ഇത് ജസ്റ്റ് ഈ ആയത്ത് വായിച്ചാൽ തന്നെ, ബാക്കി വായിക്കാതെ തന്നെ ക്ലിയർ ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇത് കരാർ ലംഘനവുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമുള്ളതാണ്. കരാർ ലംഘിക്കാത്ത മുശ്രിക്കുകൾ ഇതിൽ നിന്ന് ഒഴിവാണ്. കരാർ ലംഘനം നടത്തിയ മുശ്രിക്കുകളോട് മാത്രമുള്ളതാണ്, എല്ലാ മുശ്രിക്കുകൾക്കും ബാധകമല്ല എന്നാണ് ഇവർ പറയുന്ന വേറെ ഒരു നുണ. നമുക്കതൊന്ന് അമാനി മൗലവിന്റെ തഫ്സീർ തന്നെ ഒന്നെടുത്തിട്ട് പരിശോധിക്കാം. നിന്ന് പിന്മാറിയാൽ ഈ കരാറ്, ഈ 4 മാസം എന്നൊക്കെ പറയുന്നത് മുഹമ്മദും സംഘവുമായിട്ടുണ്ടായിരുന്ന ഹുദൈബിയ സന്ധി ലംഘിച്ച് അതിന്റെ ആ കാരണം പറഞ്ഞുകൊണ്ട് അവര് മക്കം ഫത്ഹിലൂടെ കീഴ്പ്പെടുത്തിയതിനു ശേഷം
പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ച ആളുകൾ മുസ്ലിങ്ങളല്ലാത്തവരെ അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക, അവിടുന്ന് നിഷ്കാസനം ചെയ്യുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ, ചിലർക്ക് 2 മാസമോ 3 മാസമോ 4 മാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ 4 മാസമായിട്ട് നിജപ്പെടുത്തുകയും കരാറില്ലാത്തവർക്കും ഈ പറയപ്പെടുന്ന ഹുദൈബിയ സന്ധി ലംഘിച്ചിട്ടില്ല എന്ന് ഇവർ ഇളവ് കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ കരാറ് കഴിയുന്നത് വരേക്കും അവസരം കൊടുക്കുകയും അത് കഴിയുന്ന മുറക്ക് അവർ ഇസ്ലാമിന്റെ ഫോൾഡിലേക്ക് നിർബന്ധമായി വരണം എന്ന് ശഠിക്കുകയും അതിന് തയ്യാറല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സൂറത്തുകളുടെയും ഈ വചനങ്ങളുടെയും ഒക്കെ സാരം. ഇനി ഞാൻ നിങ്ങൾക്ക് അമാനി മൗലവി തഫ്സീറിൽ നിന്ന് ഇവർ വിശദീകരിക്കുന്ന കുറച്ച് ഭാഗം കൂടി കേൾപ്പിച്ചിട്ട് അതുകൂടി പറയാം. ഞാൻ കുറച്ച് എന്നിട്ട് പിന്നെ വാചകം നമുക്ക് കാണാം. പിന്നീട് അതിൽ നിങ്ങളോട് യാതൊന്നും അവർ പോരായ്മ വരുത്തിയിട്ടുമില്ല. ഈ ലംഘിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പോരായ്മ വരുത്തിയിട്ടില്ല. നിങ്ങൾക്കെതിരിൽ ഒരാൾക്കും അവർ പിന്തുണ നൽകിയിട്ടുമില്ല. അതായത് കരാർ ലംഘനത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആക്രമിക്കാൻ ആരെയും പിന്തുണച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ കാലം അഥവാ അവധി വരേക്കുമുള്ള കരാർ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. ഈ പറഞ്ഞ 10 വർഷം എന്നൊക്കെ നമ്മൾ കരാർ ചെയ്തിട്ടുള്ള ആ വർഷം നിങ്ങൾ പൂർത്തിയാക്കുക. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ കരാർ ലംഘനം നടത്താത്ത ആളുകളെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് സ്പഷ്ടമാക്കി പറയാം. അടുത്ത വീഡിയോയിൽ അയാൾ പറയും നീ അവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞു. അതിന് കൃത്യമായി തന്നെ അവരുമായിട്ട് കരാർ നിലനിർത്തണമെന്നും അവർക്കെതിരെ യാതൊരുവിധ നടപടിയും, അതായത് യുദ്ധമോ മറ്റൊന്നും നടത്തരുത് എന്ന് ഖുർആൻ സ്പഷ്ടമായി പറയുന്ന ഈ വചനത്തിൽ നിന്ന് തന്നെ ലിയാഖത്തും മറ്റുള്ളവർ പറയുന്ന മുഴുവൻ പൊളിച്ചു കളയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞത് പൊളിച്ചു കളയുമോ എന്ന് നമുക്ക് അമാനി മൗലവിന്റെ തഫ്സീറിന്റെ വിശദീകരണത്തിൽ നിന്ന് തന്നെ നോക്കാം. ഈ 4 മാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മിനിറ്റ് 4 മാസം എന്ന് യുദ്ധം നിഷിദ്ധമായ ആ 4 മാസങ്ങളല്ല ഇവിടെ ഉദ്ദേശം. കഴിഞ്ഞ വചനങ്ങളിൽ 4 മാസം ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവരുടെ കരാറുകൾ പൂർത്തിയാക്കുക എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പശ്ചാത്തപിച്ച് മടങ്ങണം. 4 മാസം എന്ന് പറയുന്നത് 4 മാസമോ അതിൽ താഴെയോ കാലാവധിയുള്ള കരാർ ആരെങ്കിലുമായിട്ടുണ്ടെങ്കിൽ അത് ഹുദൈബിയ സന്ധി അല്ല എന്ന് വ്യക്തം. അത്തരം കരാറുകൾക്ക് 4 മാസവും അതിൽ കൂടുതൽ കരാറുള്ളവർക്ക്, കരാറ് പാലിക്കുന്നവർക്ക് അവരുടെ കരാറ് അവസാനിക്കുന്നത് വരേക്കും അവധി കൊടുക്കുകയാണ്. ആ അവധി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ നിബന്ധനയാണ്. എന്താണ്? പശ്ചാത്തപിച്ച് മടങ്ങുക. എന്താണ് ഈ പശ്ചാത്തപിച്ച് മടങ്ങൽ എന്ന് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവർ തന്നെ വായിച്ച് പറഞ്ഞു തരും. അതിന്റെ ബാക്കി കൂടി നമുക്ക് കേൾക്കാം. ഒരു മിനിറ്റ്, ആ വീഡിയോ പോയേ. അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിനെ തുടർന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇനി വീണ്ടും നമ്മൾ അടുത്ത ആയത്ത്, 5-ാമത്തെ ആയത്താണ് ഇവർ ഉന്നയിക്കുന്നത്. 6-ാമത്തെ ആയത്തിലും 4-ാമത്തെ ആയത്തും ഇവർക്കെതിരാണ്. 6-ാമത്തെ ആയത്തും ഇവർ പറയുന്നതിനെതിരാണ്. ഈവൻ പിന്നെ 5-ാമത്തെ ആയത്തിന്റെ പകുതിയും ഇവർക്കെതിരാണ്. ആകെ ഒരു ആയത്തിന്റെ ഒരു കഷണം മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, കുറച്ചുകൂടി പോട്ടെ. 6-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചു നോക്കാം. നബിയെ, മുശ്രിക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നിന്നോട് രക്ഷ അഥവാ അഭയം തേടിയെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വചനം കേൾക്കുന്നത് വരെ അവന് അഭയം നൽകുക. പിന്നെ അവനെ അവന്റെ അഭയസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അത് അവർ അറിഞ്ഞുകൂടാത്ത ഒരു ജനതയായതുകൊണ്ട് അത്രേ. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഏതെങ്കിലും ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നിങ്ങളുടെ അടുത്ത് അഭയം നേടി വന്നാൽ അവർക്ക് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനടക്കം വിശദീകരിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ വ്യാഖ്യാനിച്ചാലും തീർത്തോട്ടെ. അവർ വളരെ കൃത്യമായിട്ട് തന്നെ എന്താണ് എന്ന് പറഞ്ഞത് തഫ്സീറിൽ തന്നെ വായിക്കാം. മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടയിടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളാണെങ്കിൽ പോലും, അതായത് ഈ പറഞ്ഞ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ആക്രമിച്ച് നമ്മളെ ഉപദ്രവിച്ച മുശ്രിക്കുകളാണെങ്കിൽ പോലും, ഇവിടെ എന്താ പറയുന്നത്? കരാറൊന്നും ഇല്ലാത്ത ആളുകൾ, അതായത് മുഹമ്മദുമായിട്ട് ഒരു കരാറും നിലവിലില്ലാത്ത ആളുകളാണെങ്കിൽ പോലും എന്ന് പറഞ്ഞതിനെ ഇങ്ങോട്ട് ആക്രമിച്ചവർ എന്നാണ് പറയുന്നത്. പറഞ്ഞു തീർക്കട്ടെ. മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടയിടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളാണെങ്കിൽ പോലും, അതായത് ഈ പറഞ്ഞ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ആക്രമിച്ച് നമ്മളെ ഉപദ്രവിച്ച മുശ്രിക്കുകളാണെങ്കിൽ പോലും അവരിൽ നിന്ന് ആരെങ്കിലും ഖുർആൻ കേട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് മുസ്ലിങ്ങളെ സമീപിച്ചാൽ അവർക്ക് അഭയം നൽകുകയും ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അവർക്ക് അഭയം നൽകിക്കൊണ്ട് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണം. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി,
അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ പിന്നെ ഉള്ളത് ഖുറാൻ കേട്ട് അവർ വിശ്വസിച്ചേ പറ്റുള്ളൂ, അല്ല എല്ലാവരും മുസ്ലിം ആയേ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പിന്നീട് അവരുടെ അഭയസ്ഥാനത്ത് നാട്ടിലും ജനങ്ങളിലും സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ആരെങ്കിലും ഖുറാൻ കേൾക്കണമെന്ന ആഗ്രഹത്തോടെ വന്നാൽ അവരെ പിടിച്ച് കൊല്ലല്ല വേണ്ടത്, മറിച്ച് അവർക്ക് ഖുറാൻ കേൾപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം അവരുടെ ജനതയുടെ അടുത്തും അവരുടെ സ്ഥലത്തും സുരക്ഷിതമായി കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന്. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷ ഇസ്ലാമിനെ പറ്റി സാമാന്യമായെങ്കിലും അവർ പഠിക്കുക എന്നതാകുന്നു. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 7ാമത്തെ ആയത്ത് കൂടി വായിച്ചാൽ ഇവരുടെ എല്ലാ കളവും അതോടുകൂടി പൊളിയുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് എങ്ങനെയാണ് ആ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ റസൂലിന്റെ അടുക്കലും ഒരു കരാർ ഉണ്ടാക്കുന്നത്? നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് കരാർ നടത്തിയിട്ടുള്ളവരല്ലാതെ, എന്നാൽ അവർ നിങ്ങളോട് ചൊവ്വിന് നിലകൊള്ളുമ്പോൾ നിങ്ങൾ അവരോടും ചൊവ്വിന് നിലകൊള്ളുവിൻ. അവർ നിങ്ങളോട് നല്ല രൂപത്തിൽ കരാർ പാലിച്ചുകൊണ്ട് നിലകൊള്ളുകയാണെങ്കിൽ അവരോടും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ നിലകൊള്ളുക. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് കരാർ പാലിച്ചിട്ടുള്ള ആളുകളോട് നിങ്ങളും അതേപോലെ തന്നെ നല്ല രൂപത്തിൽ നിലകൊള്ളണം. എന്നിട്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ ഏതൊക്കെ ഗോത്രങ്ങളാണത് അങ്ങനെ ചെയ്തിട്ടുള്ളത് നടക്കം അമാനി മൗലവിയുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് സന്ധി ലംഘനം ഉണ്ടായിത്തീരുകയും അത് മക്ക വിജയത്തിന് കാരണമായി തീരുകയും ചെയ്തു. എന്നാൽ ബനു കിനാന, ബനു ലംറത്ത് എന്നീ 2 ഉപഗോത്രങ്ങൾ സന്ധി നിശ്ചയങ്ങൾ ശരിക്കും പാലിച്ചിരുന്നു. അതായത് ഈ ആളുകൾ തന്നെ പെട്ട ബനു കിനാനയും അതുപോലെ തന്നെ ബനു ലംറത്തും എന്ത് ചെയ്തിട്ടുണ്ട്, കരാർ പാലിച്ചിട്ടുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് അവർ ചൊവ്വിന് നിലകൊള്ളുന്ന കാലത്തോളം അവരോട് അങ്ങോട്ടും ചൊവ്വിന് നിലകൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ ക്ലിയർ ആയി സന്ധി ലംഘിച്ചിട്ടുള്ള, കരാർ ലംഘിച്ചിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്, ഈ പറഞ്ഞ അങ്ങോട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളോടുള്ള ഈ ഒരു സമീപനമായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് വളരെ ക്ലിയർ ആണ്. മാത്രമല്ല സന്ധി ലംഘിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെ അവർ അഭയം ചോദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഖുർആൻ കൽപ്പിച്ച് അവർക്ക് അഭയം കൊടുക്കണം എന്ന് പറയുന്നു. സന്ധി പാലിച്ച ആളുകളോട് അതേപോലെ ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങോട്ട് പെരുമാറണമെന്നും പറയുന്നു എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇവർ പറയുന്നത് ആകെ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു, അതില് പിന്നെ കരാറുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവരും മുസ്ലിം ആവണമെന്നില്ല, മുസ്ലിം ആയില്ലെങ്കിൽ കൊന്നുകളയുമെന്നില്ല, മുസ്ലിമായേ പറ്റൂ എന്ന നിബന്ധനയില്ല. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം. ഇനി നമുക്കതൊന്ന് പരിശോധിക്കാം. ഇനി നോക്കൂ, നിഷിദ്ധമായ ആ 4 മാസങ്ങളല്ല ഇവിടെ ഉദ്ദേശം. അവരുടെ കരാറ് പൂർത്തിയാക്കി കൊടുക്കുക എന്ന് മുഹമ്മദ് നബി അവരോട് പറഞ്ഞത് 4 മാസം മുതൽ കുറവോ ഉള്ള എന്തെങ്കിലും കരാറ് വ്യക്തിപരമായിട്ടോ അല്ലാതെയോ ഉള്ളവരുമായിട്ടാണെങ്കിൽ ആ 4 മാസം വരെയും, നേരത്തെ പറഞ്ഞ ഇവര് തന്നെ പറഞ്ഞ ഹുദൈബിയ സന്ധിയിൽ തന്നെ ഇവർക്ക് കരാർ ലംഘനം ആരോപണമില്ലാത്ത 1-2 ഉപഗോത്രങ്ങളുമായിട്ടുള്ള കരാറ് 9 മാസമോ മറ്റോ ആണെന്ന് തഫ്സീറുകൾ പറയുന്നു. അത്രയും കാലം അവരോട് ക്ഷമിക്കുക. അത് കഴിഞ്ഞാലും ഇവരോട് യാതൊരു സന്ധിയും ഇല്ലാത്തവരായാലും, ഈ പറയപ്പെടുന്ന സന്ധിയൊന്നും ലംഘിച്ചിട്ടില്ലാത്തവരുടെ കരാർ കാലാവധി കഴിഞ്ഞാലും 4 മാസം അവധി നിശ്ചയിക്കപ്പെട്ട ആളുകളിൽ ആരായാലും അവരുടെ മുമ്പിൽ പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്താ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ പശ്ചാത്തപിച്ച് മടങ്ങണം. അങ്ങനെ മടങ്ങാത്ത പക്ഷം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. എന്താണ് നടപടികൾ? ഒന്നുകിൽ തങ്ങളുടെ പക്കൽ ഇതുവരെ വന്നുപോയ അക്രമങ്ങളെപ്പറ്റി അവർ ഖേദിച്ചു മടങ്ങുകയും, അല്ലെങ്കിൽ കരാർ ബാധ്യതകളും ശപഥങ്ങളും ലംഘിച്ച് ധിക്കാരം തുടരുകയും ഇസ്ലാമിനെ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ അഴിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് അവരുടെ മുമ്പിലുള്ള 2 ഓപ്ഷൻ എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അതുമുതൽ അവരെ മതത്തിൽ തങ്ങളുടെ സഹോദരന്മാരായ മുസ്ലിങ്ങളായി കണക്കാക്കും. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളല്ലോ. രണ്ടാമത്തെ നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ അവിശ്വാസത്തിന്റെയും അതിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന അക്രമങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന അവരുടെ തലവന്മാരോട് ഏറ്റുമുട്ടി അവരെ മുട്ടുകുത്തിക്കുക തന്നെ വേണം. ഖേദിച്ചു മടങ്ങിയാൽ മാത്രം പോരാ, നമസ്കാരവും സകാത്തും അനുഷ്ഠിക്കുക കൂടി വേണമെന്ന് 5-ാം വചനത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും ആവർത്തിക്കുന്നു. ഇനി മുസ്ലിങ്ങളുമായി കരാറുകളൊന്നും നിലവിലില്ലാത്തവരും കണ്ടെത്തേടത്ത് വെച്ച് വധിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടവരുമായ മുശ്രിക്കുകളായിരുന്നാൽ പോലും അവരിൽ ആരെങ്കിലും ഖുർആൻ കേട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് മുസ്ലിങ്ങളെ സമീപിച്ചാൽ അവർക്ക് അഭയം നൽകുകയും അവർ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നീട് അവരുടെ അഭയസ്ഥാനങ്ങളിലും നാട്ടിലും ജനങ്ങളിലും സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുവാൻ വരുന്നവരെ ഏതു പരിസ്ഥിതിയിലും സഹായിക്കണം, സ്വാഗതം ചെയ്യണം, അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്.
ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഈ പറയപ്പെടുന്ന എല്ലാ നിബന്ധനകളും, നേരത്തെ പറഞ്ഞ കരാർ വിമുക്തിയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും 4 മാസത്തെ അവധിയിൽ അമുസ്ലിങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും മക്കയിൽ നിന്ന് മാറിപ്പോകണം എന്നതിൻ്റെ കൃത്യമായ, പിന്നെ ഒരു ഇളവ് വരുന്നത് ചില പേര് പറഞ്ഞ 2-3 ഗോത്രങ്ങൾക്ക് 8 മാസമോ 9 മാസമോ എന്ന് തഫ്സീറുകളിൽ പറയപ്പെടുന്ന കാലഘട്ടം മാത്രം. അത്രയും കാലത്തെ ഇളവ് മാത്രമാണ്. അതല്ലാത്തവർക്ക് ഈ 4 മാസവും കരാറ് 8 മാസം 9 മാസവും നീളം നിൽക്കുന്ന ഇവർ അനുവദിച്ചു കൊടുത്ത സ്പെഷ്യൽ കേസിലുള്ള 2-3 ഗോത്രങ്ങൾക്ക് അവരുടെ കാലാവധി തീരുന്നത് വരെയും, അത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതാ അമാനി മൗലവിയുടെ തഫ്സീറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഷിർക്കിൽ നിന്ന് പിന്മാറി ഇസ്ലാമിനെ അംഗീകരിക്കുക എന്നാകുന്നു. പക്ഷേ ഇസ്ലാമിന്റെ മുദ്രാവാക്യങ്ങളായ ഷഹാദത്ത് കലിമ നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തനം കൊണ്ടും തെളിയിക്കുകയും വേണം. അതായത് ശാരീരികമായി ഏറ്റവും വലിയ നിർബന്ധ കടമയായ നിസ്കാരം നിലനിർത്തി പോരുകയും ധനപരമായി ഏറ്റവും വലിയ കടമയായ സക്കാത്ത് കൊടുക്കുകയും വേണം. അത് അവർ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ള എല്ലാ പൗരാവകാശങ്ങൾക്കും അവരർഹരായി തീരും. പ്രസിദ്ധമായ ഒരു ഹദീസിൽ നബി ഈ തത്വം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യപ്പെടുത്തുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നതുവരെ മനുഷ്യരോട്, കരാർ ലംഘകരോടല്ല, മുശ്രിക്കുകളോടല്ല, മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ നിന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതവർ ചെയ്താൽ അവരുടെ രക്തങ്ങളും സ്വത്തുക്കളും എന്നിൽ നിന്ന് അവർ കാത്തു സംരക്ഷിച്ചു എന്നാണ്. അപ്പൊ ഈ 4 മാസത്തെ സമയം കൊടുത്തത് ഹുദൈബിയ കരാറിന്റെ ലംഘനമായിട്ടല്ല. ഞാൻ ഇബ്നു കസീറിന്റെ പുസ്തകം വായിച്ച സമയത്തും അല്ലെങ്കിൽ ഈ ഒരു അർജന്റിൽ ഓടി പറഞ്ഞ സമയത്തും എന്നെ ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സമയത്ത് ഈ വായിക്കുന്നതും അമാനി മൗലവി മുൻകൂട്ടി പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യം ഈ പശ്ചാത്തലം വിശദീകരിക്കാൻ വേണ്ടി ഹുദൈബിയ സന്ധി മുതലുള്ള കുറെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ. ഹുദൈബിയ സന്ധിയുടെ ലംഘനം ആരാ നടത്തിയത് എന്ന് നമുക്ക് കിതാബിലുണ്ട്. ഹുദൈബിയ സന്ധിയുടെ ലംഘനം ആരോപിച്ച് മക്കം ഫത്ഹ് കഴിയുകയും മക്ക കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനും ശേഷം അവിടെ അവശേഷിച്ചിരുന്ന അവരുടെ വിഗ്രഹങ്ങൾ തകർത്തു കളഞ്ഞിട്ടുണ്ട്. അവിടെ ചുറ്റുമുള്ള വിഗ്രഹാരാധന കേന്ദ്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാമിന് കീഴിലേക്ക് വന്നിട്ടുണ്ട്. അതിനെല്ലാം ശേഷം അവിടെ മുസ്ലിം ആവാതെ മുഹമ്മദിന്റെ പൊതുമാപ്പ് കൊടുത്തതിൽ കഴിഞ്ഞിരുന്ന അവിടുത്തെ ഏതാനും ചില മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ, അവരുമായിട്ടുള്ള നീക്കുപോക്കുകൾ, അവരുമായിട്ട് എന്തെങ്കിലും കരാറുകൾ, ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ, ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അവർ ഷിർക്കിൽ നിന്ന് മോചിതരായി ഇസ്ലാം സ്വീകരിക്കുക എന്ന ഒരു നിബന്ധന വെച്ചുകൊണ്ട് 4 മാസത്തെ സമയം അനുവദിക്കുകയും ആ 4 മാസത്തെ സമയം കഴിയുന്ന മുറയ്ക്ക് അവർ ഇസ്ലാം ആശ്ലേഷിക്കാൻ തയ്യാറാവാത്ത കാലത്തോളം അവരെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുകയും ചെയ്യുക എന്ന മുഹമ്മദിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ഫാസിസത്തിന്റെ മക്കയിൽ കഅബയിൽ ആ ഒരു കൊടി നാട്ടുന്ന ചടങ്ങായിരുന്നു. ഇതിന്റെ കാരണം, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മുഹമ്മദിന് മുശ്രിക്കുകളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുശ്രിക്കുകളില്ലാതെ ഹജ്ജ് ചെയ്യുന്നതിലേക്ക് മുഹമ്മദിനെ അബൂബക്കറിനെ പറഞ്ഞയക്കുകയും അലിയെ കൊണ്ട് ഈ ഭാഗം ക്ലിയർ ചെയ്യുകയും അടുത്ത വർഷം മുതൽ മുശ്രിക്കുകൾ ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും 4 മാസം കരാർ അവധി എന്നൊക്കെ പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ 3 ഗോത്രങ്ങൾക്ക്, അത് ചെറിയ ഉപഗോത്രങ്ങൾക്ക്, പ്രധാനപ്പെട്ട ഖുറൈശി ഗോത്രങ്ങൾക്കൊന്നല്ല, ഉപഗോത്രങ്ങൾക്ക് അവരുടെ കാലാവധി തീരുന്നവരെ വെച്ച് കൊടുക്കുകയും ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥയും ഈ 4 മാസം കഴിഞ്ഞാൽ എന്താണോ അത് തന്നെയാണ്. അതായത് കരാർ ലംഘിക്കാത്തവർക്ക് കരാർ കാലാവധി വരെ എന്ന് പറഞ്ഞാൽ ആ കരാർ കാലാവധി 8 മാസമോ 9 മാസമോ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹുദൈബിയ സന്ധി ഇല്ല. ഹുദൈബിയ സന്ധി പണ്ടേ ഇവര് ലംഘിക്കുന്നു എന്ന് കാരണമുണ്ടാക്കി മക്കയെ ആക്രമിക്കുകയും മക്ക കീഴ്പ്പെടുത്തുകയും ചെയ്തതോടുകൂടി ഹുദൈബിയ സന്ധി കഥയായി കാറ്റായി മാറി. അതും സൂറത്ത് തൗബയുടെ പശ്ചാത്തലവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പിന്നെ തഫ്സീറുകൾ പറയുമ്പോൾ അതിന്റെ തുടക്കം മുതൽ മക്കയിൽ മുഹമ്മദ് നബി ആക്രമിക്കപ്പെട്ടു എന്നുള്ള കഥ മുതൽ പറഞ്ഞു വരും. അതെന്തിനാ? ഇതിനെ ന്യായീകരിക്കണം. മലയാളത്തിലേക്ക് എഴുതുമ്പോൾ പ്രത്യേകിച്ച് അമാനി തഫീമുൽ ഖുർആനിന്റെ വിശദീകരണം, സൂറത്തു തൗബയുടെ തഫീമുൽ ഖുർആനിന്റെ വിവരണവും വിശദീകരണവും എടുത്തു വായിച്ചാൽ മലയാളത്തിൽ എഴുതുന്നതിന്റെ ഒരു ശങ്കയും ഇല്ലാതെ
കൃത്യം വെടിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പൊ കന്നഡ ഇല്ലാത്ത മീൻസ് എൻ്റെ കന്നഡ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എടുത്ത് വായിക്കാത്തത്, സമയത്തിന്റെ പ്രശ്നവും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ സ്യൂട്ടാവൂല, നിങ്ങൾക്ക് അവിടെ സ്യൂട്ടാക്കാൻ കഴിയില്ല. ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിലാണ് സൂറത്തു തൗബയിലെ വചനം അവതരിച്ചതെങ്കിൽ മക്കം ഫത്ഹ് എന്തായിരുന്നു? അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടും ആ സന്ധി ബാക്കിയാക്കിയിരുന്നു എന്നാണോ? അതല്ലെങ്കിൽ ആ സന്ധിയുടെ എന്തെങ്കിലും വ്യവസ്ഥകൾ ബാക്കിയുണ്ടായിരുന്നു എന്നാണോ? അപ്പോ ഇതാണ് അവസ്ഥ. മുഹമ്മദ് നബിയുടെ മക്കയിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടാവാൻ പാടില്ല, മുശ്രിക്കുകൾ അവിടുന്ന് ഇല്ലാതാവണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഇസ്ലാം അല്ലാത്തവർ അന്ന് മുഹമ്മദ് ഈ സൂറത്തു തൗബയുടെ പശ്ചാത്തലത്തിലൂടെ വിളംബരം ചെയ്തതാണ്. ഇന്നും മക്കയിലും മദീനയിലും നിങ്ങൾ ഔട്ടർ റിംഗ് റോഡിൽ കാണുന്ന മുസ്ലിംസിന് വേറെ വഴി, നോൺ മുസ്ലിംസിന് വേറെ വഴി എന്ന ആ സൈൻ ബോർഡ്, ട്രാഫിക് സൈൻ ബോർഡ് വരെ എത്തി നിൽക്കുന്ന ഇസ്ലാമിന്റെ ചരിത്രം.